എൻ്റെ ജോലി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് പ്രശ്നക്കാരായ ഭാര്യാഭർത്താക്കന്മാരെ കൈകാര്യം ചെയ്യുക എന്നത് മാത്രമാണ്. എനിക്കൊരു ക്ലിനിക്കാണ് കോട്ടയത്ത് കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ടൗണിലാണ്. ഞാൻ കഴിഞ്ഞ 45 ഇയേഴ്സായിട്ട് ഈ ഫീൽഡിലുള്ള ഒരു കേരളത്തിലെ പ്രായം ചെന്ന സീനിയറായിട്ടുള്ള ഒരാളാണ്. ഞാൻ എഴുതാറുണ്ട് എല്ലാ ആനുകാലികങ്ങളിലും, വനിതയിൽ, ഗൃഹലക്ഷ്മിയിൽ, മാതൃഭൂമിയിൽ, കന്യകയിൽ, ആനുകാലികങ്ങളിലൊക്കെ എഴുതാറുണ്ട്. ഒരു കോളംനിസ്റ്റാണ്. പിന്നെ എന്താ പറയുക, കല്യാണം കഴിച്ച ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, കെട്ടിയവൻ്റെ പേര് പറഞ്ഞല്ലോ. അതെ, കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ അധികം നാളായിട്ടില്ല, 50 വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ. കൂടുതലാണ്. 49 പൂർത്തിയാക്കി. ഇപ്പം ഈ ജനുവരി കഴിയുമ്പോഴത്തേക്ക് അത് 50 ആകും. അത്രേ ഉള്ളൂ. എനിക്കോ? ആ മനുഷ്യൻ്റെ കൂടെ താമസിക്കാനാണോ? ഓക്കെ, 50 വർഷം. ഓക്കെ. പിന്നെ മക്കളുണ്ട്, 4 കൊച്ചുമക്കളുണ്ട്. ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇവർക്ക് എവിടെ നിന്നാണ് ഈ വിവരമൊക്കെ കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ്. 1978 ഞാൻ എൻ്റെ സൈക്കോളജി പഠനമൊക്കെ പൂർത്തിയാക്കി ഈ ഫീൽഡിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. 78-80s എൻ്റെ അടുത്ത് വന്നിരുന്ന കുടുംബ പ്രശ്നങ്ങളും ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്ന കുടുംബ പ്രശ്നങ്ങളും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. 78-80s കുടുംബ പ്രശ്നങ്ങൾ എന്ന പേരിൽ എന്നെ തേടി വന്നിരുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ 2 തരം സ്ത്രീകളാണ്. ഒന്ന് ഭീകരരൂപിയായ ഒരമ്മയമ്മ, അതിൻ്റെ മുന്നിൽ കുഞ്ഞാടിനെ പോലെ നിന്നിരുന്ന ഒരു മരുമകൾ. പഴയ കഥയാണേ. ഇപ്പൊ തിരിച്ചാ വരുന്നത്. ഭീകരരൂപിയായ, അയ്യടാ എന്നാ സന്തോഷം എന്നുണ്ട ഈ അമ്മായിമാരുടെ ഒരു സന്തോഷം. അതെ, അതിൻ്റെ മുന്നിൽ കുഞ്ഞാടായ അമ്മായിയമ്മ ഒതുക്കിക്കളഞ്ഞെന്നാ പറയുന്നത്. നേരാണോ? നേരാണല്ലേ? അതുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാ അഹമ്മദാബാദിൽ നിന്ന് ഇങ്ങോട്ടല്ലേ? ഓക്കെ. 80-85 കാലഘട്ടങ്ങളിൽ എന്നെ തേടി വന്നിരുന്ന ഏറ്റവും കൂടുതൽ കേസുകൾ മദ്യപാനം കൊണ്ട് തകർന്ന കുടുംബ ബന്ധങ്ങൾ, സ്ത്രീധന പീഡനങ്ങളൊക്കെയാണ്. പണ്ട് മദ്യപാനം എന്ന് പറയുന്നതും ഇന്നത്തെ പോലെ ആയിരുന്നില്ല. കുടുംബനാഥൻ മാത്രം മദ്യപിക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ടേ. ഈ വീട്ടിലുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വിറ്റ് കുടിക്കുക, കുടുംബത്തിൻ്റെ അടിത്തറ വരെ മാന്തി കുടിക്കുക, താലിമാല വരെ വിറ്റ് കുടിക്കുക, അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പം അത്ര കുഴപ്പമുണ്ട് ഈ അഹമ്മദാബാദ് ഭാഗത്ത്, ഈ കുന്നംകുളം ഭാഗത്തൊക്കെ ഇല്ല. ഇവിടൊക്കെ എങ്ങനെയാണ്? അല്ല, കുന്നംകുളം ഭാഗത്തതാ ഞാൻ ചോദിച്ചത്. അഹമ്മദാബാദ് പിന്നെ അവിടെ നിൽക്കട്ടെ. അതെ, വലിയ കുഴപ്പമില്ല. ഞാൻ വരുന്നത് കോട്ടയത്തു നിന്നാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, വീട്ടുകാരെ വാങ്ങിച്ചുകൊണ്ട് വരും, ഗ്ലാസും വെള്ളം എടുത്തോണ്ട് വാടിയെന്ന് പറയും. അങ്ങനെ ഗ്ലാസും വെള്ളം ഞങ്ങൾ കൊണ്ടു കൊടുക്കുമ്പോൾ തൊട്ട് നിൽക്കാൻ വല്ലതും ഉണ്ടോടിന്ന് ചോദിക്കും. അച്ചാറാണേലും മതി എന്ന് പറയും. ഒരു കൂട്ടായ്മയുടെ അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ അവിടോ അത്രയില്ലേ? ഇനി ഞങ്ങളുടെ അവിടെ കുറച്ചും കൂടി ഈ എന്താ പറയുക, മോഡേണായിട്ട് ചിന്തിക്കുന്ന, ഫാഷനബിളായിട്ട് ചിന്തിക്കുന്നവർ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിക്കും. അവരൊരുമിച്ച് പബ്ബുകളിൽ പോകും, ബാറുകളിൽ പോകും. പിന്നെ അപ്പൻ മകനും, മകൻ അപ്പനും ഒഴിച്ചു കൊടുക്കും. പിന്നെ കുറച്ചും കൂടി പുരോഗമിച്ചിരിക്കുന്ന പിള്ളേര്, പെൺകുട്ടികൾ നന്നായി മദ്യപിക്കും. നിങ്ങളുടെ അവിടെ അങ്ങനൊന്നും ഇല്ലല്ലേ? എന്നപ്പോ പുതിയ ചരിത്രമാ ഞാനീ പറയുന്നത്. അതെ, എനിക്ക് കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ ജോലിയുള്ള ഒരു പെൺകുട്ടി, അവള് കൗൺസിലിങ്ങിന് വന്നപ്പോൾ അവള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് വന്നതാ. എനിവേ അവൾ എന്നോട് പറഞ്ഞു അവൾ മദ്യപിക്കും. അപ്പോൾ അവൾ മദ്യപിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അവൾ ചെയ്യുന്നത് ഒരു HR മാനേജറുടെ പോസ്റ്റാണ്, സ്ട്രെസ്ഫുൾ ജോബാണ്. അപ്പോൾ ഈ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി എല്ലാ ദിവസവും വൈകിട്ട് ഒരു 2-3 പെഗ് അടിച്ചിട്ടാണ് കിടക്കുക പതിവ്. അപ്പോൾ അവൾ മാത്രമല്ല, അവളുടെ കൂടെയുള്ള റൂംമേറ്റ്സ് 3 പേരുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചിട്ട് അങ്ങ് കിടക്കുക എന്നവർ. അതിപ്പോൾ ഇത് ഒരാൾ പറഞ്ഞെങ്കിലും ഒരാളുടെ കഥയല്ലിത്. ഇവിടെ ജോലി ചെയ്യുന്ന ഇൻഫോസിസിലും ടെക്നോ പാർക്കുകളിലും അല്ലാതെ IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ ആൺകുട്ടികളോടൊപ്പം നന്നായി മദ്യപിക്കുന്ന കേസുകൾ എനിക്ക് വരുന്നു. ആൺകുട്ടികളെ മയക്കുമരുന്ന് അല്ലെങ്കിൽ എന്താ പറയുക MDMA എന്നും
പാൻ മസാലകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആൺകുട്ടികൾ ചെയ്യുന്ന എന്തും പെൺകുട്ടികൾ ചെയ്യുന്നു. സ്ത്രീകൾ വളരെയേറെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതേപോലെ തന്നെ 80-85 കാലഘട്ടങ്ങളിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന കേസുകളിൽ സ്ത്രീധന പീഡന കേസുകൾ ഉണ്ടായിരുന്നു. പണ്ട് സ്ത്രീധന പീഡനം എന്നൊക്കെ പറഞ്ഞ് വന്നത് കുറച്ച് പാവപ്പെട്ട പെൺകുട്ടികളാണ്. 5000 രൂപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ 5-10 പവന് വേണ്ടിയൊക്കെയുള്ള കേസുകളാണ്. ഇപ്പം എനിക്ക് ഈ ദാരിദ്ര്യം പിടിച്ച ഒരു കേസ് പോലും ഇല്ല. എല്ലാം തന്നെ ലക്ഷങ്ങളുടെയും കോടികളുടെ ഇടപാടുകളാണ്. 2.5 കോടിയുടെ 1.5 കോടിയുടെ 60 ലക്ഷത്തിന് അങ്ങനത്തെ കേസുകളാണ്. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം വന്നൊരു കേസുണ്ട്. 2.5 കിലോ സ്വർണം, 50 ലക്ഷത്തിൻ്റെ ഡയമണ്ട് മാത്രം, പിന്നെ ഒരു BMW കാറ്. അതിങ്ങനെ കാർ പൊറിച്ച് പുതപ്പിച്ചിടാനുള്ളതാ. അവർക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി അവരൊരു സെക്കൻഡ് വെഹിക്കിൾ കൊടുത്തിരിക്കുന്നത് വെൻഡോ എന്ന് പറയുന്ന ഒരു കാറാ. പിന്നെ നെല്ലിയാമ്പതിയിൽ 100 ഏക്കർ തോട്ടം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഉണ്ടായിരുന്നല്ലേ കൊടുക്കാൻ പറ്റൂ. അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ഇത്തരം കേസ് വരുന്നത്. നമുക്ക് ഫീസ് വാങ്ങിക്കാൻ അല്ല, ഈ പാവങ്ങളോട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? അല്ലേ? നമുക്കൊരു മനസാക്ഷിക്കൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതാകുമ്പോ ഇവരോട് മേടിച്ചില്ലാത്തവർക്ക് കൊടുക്കാമല്ലോ. അപ്പൊ നമ്മൾ കൊടുക്കുകയും ചെയ്തു. ഇവരുടെ ആണ് താനും, ഇവർക്കും കിട്ടും പുണ്യം, കൊടുത്ത എനിക്കും കിട്ടും, മേടിച്ചോർക്കും കിട്ടും. എന്തൊരു സുഖം. അപ്പം ഞാനിപ്പം മനസ്സിലാക്കിയ ഒരു കാര്യം എന്നറിയോ, മനുഷ്യന്റെ പ്രശ്നം പട്ടിണിയല്ല, ദാരിദ്ര്യമല്ല, ഇല്ലായ്മയല്ല, അബൻഡൻസ് ആണ്, നോട്ട് സ്കേഴ്സിറ്റി. ധാരാളിത്തത്തിന്റെ പേരിലുള്ള കേസുകൾ വരുന്നു. പിന്നെ 90കളില് പ്രേമവിവാഹങ്ങള്, അവയുടെ പരാജയങ്ങള്, വല്ലപ്പോഴും ചില ഇന്റർകാസ്റ്റ് മാരേജസ് ഒക്കെ എന്നെ തേടി വന്നിട്ടുണ്ട്. പണ്ട് പ്രേമം പാപമായിരുന്നല്ലോ, ഇല്ലേ? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, നമ്മുടെ അല്ല ഞങ്ങളുടെ, നിങ്ങൾ ചെറുപ്പക്കാരല്ലേ? എനിക്കറിയാം, ഞാൻ നിങ്ങളോട് നമ്മുടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പ്രേമിക്കണേൽ ഭയങ്കര പാടായിരുന്നു. കാരണം ലാൻഡ് ഫോൺ പോലും ഇല്ലായിരുന്നേ. പ്രേമമൊക്കെ തോന്നിയിട്ടുണ്ട്. കള്ളം പറയാൻ പറ്റുമോ? ഇവരൊക്കെയല്ലേ ഇവിടെ ഇരിക്കുന്നേ. തിരുമേനിയുടെ മുമ്പിലൊക്കെ ഇങ്ങനെ കള്ളം പറയുന്നു തമ്പുരാനെ. പ്രേമമൊക്കെ തോന്നിയിട്ടുണ്ട്. തോന്നിയാൽ തന്നെ ഇപ്പം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? പിന്നെ ആരും കാണാതെ നമ്മൾ ഒരു പ്രണയലേഖനം എഴുതി ഉണ്ടാക്കി ഉദ്ദേശിക്കുന്ന ആൾക്ക് കൊടുക്കാൻ ഒരാളെ കണ്ടുപിടിച്ച് ഇത് കൊടുത്തു വിട്ട് അയാൾ അത് വായിച്ചു പഠിച്ച് മറുപടി എഴുതി വേറൊരാളെ കണ്ടുപിടിച്ച് കൊടുത്തു വിട്ട് ഇത് നമ്മുടെ കിട്ടി വന്നപ്പോഴത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ. പിന്നെ 3 ശോകഗാനം പാടി ഞാൻ പരിപാടി ക്ലോസ് ചെയ്ത്. എനിക്കറിയാവുന്ന പാട്ട് മാനസമൈനെ അതൊക്കെ ഇല്ലേ, മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ, അതൊക്കെ ഞാൻ പാടി, അറിയാവുന്ന പോലെ പാടി 3 പ്രാവശ്യം വീതം പാടി ആ പരിപാടി ക്ലോസ് ചെയ്തു. എന്നിട്ട് 3 പ്രാവശ്യം കണ്ട ഒരുത്തൻ്റെ കൂട്ടത്തിൽ 50 വർഷമായിട്ട് താമസിക്കുക. സത്യബീന ഒന്ന് പെണ്ണ് കാണാൻ വന്നു, പിന്നെ അങ്ങേരെ കാണുന്നത് എൻഗേജ്മെന്റിന്, പിന്നെ കല്യാണത്തിന്. ആ മനുഷ്യനോട് 50 വർഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് 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 അതെ അതെ. ഇപ്പൊ അങ്ങനൊന്നും അല്ല കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ത് രസമാണെന്നറിയാവോ? മിസ്ഡ് കോൾ പ്രണയം, ഇന്റർനെറ്റ് പ്രണയം. എവിടെ നിന്നാടി കൊച്ച ഇതിനെ കിട്ടിയത്? ഇൻസ്റ്റാ. എന്നാ ശേല കേൾക്കാനെന്നറിയോ? പിന്നെ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ അത്ര മെച്ചമാണെന്നൊന്നും ഞാൻ പറയുകയല്ല. കല്യാണം കഴിച്ചവരൊന്നും കഴിക്കാത്തവരൊന്നും വ്യത്യാസം ഇല്ല. എല്ലാം ഈ സാധനത്തെ തൂത്ത് ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്തവനോട് കുടുംബരഹസ്യവും പറഞ്ഞ് ചാറ്റ് ചെയ്ത് എന്നിട്ട് അവസാനം പറയുന്നത് എൻ്റെ കെട്ടിയവൻ എനിക്ക് സ്നേഹം തരത്തില്ല. അങ്ങറ്റത്ത് കണ്ടിട്ടില്ലാത്ത ചേട്ടൻ സ്നേഹം തരുന്നെന്ന്. ആ ചേട്ടനെ സ്നേഹിക്കാൻ അറിയാന്നാ പറയുന്നത്. എന്നാ പിന്നെ ആ ചേട്ടൻ്റെ മെമ്പർ നോക്കിയെ സ്നേഹിക്കലെന്ന് ഒന്ന് ഓർത്തു നോക്കിയാൽ പോരെ? അതുപോലും ഇല്ലാതെ ഇങ്ങനെ എന്താ പറയുക, വിവാഹത്തിന് വെളിയിലുള്ള ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് ഭയാനകമായി കൂടുന്നു. അതുപോലെ തന്നെ ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, വിശ്വാസം പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. കള്ളി കാണുന്നവരെ, വഴി കിട്ടുന്നവരെ, ഫോണിൽ കിട്ടുന്നവരെ ഒക്കെ സ്വന്താക്കിക്കൊണ്ട് വരിക. അങ്ങനത്തെ കേസുകൾ ഒത്തിരിയേറെ ഇപ്പം എൻ്റെ ഉറക്കം കെടുത്ത് കാണാം.
പിന്നെ അതിനേക്കാൾ എന്നെ ഉറക്കം കെടുത്തുന്നതാ, ആണിന് ആണിനെ കെട്ടിയാൽ മതി, പെണ്ണിന് പെണ്ണിനെ കല്യാണം കഴിച്ചാൽ മതി. ഇന്നലെ എനിക്ക് ക്ലിനിക്കിൽ വന്നു, അവൾക്കൊരു സംശയം. +2 പഠിക്കുന്ന പെണ്ണ്, ഞാനൊരു ലെസ്ബിയനാണോ, എനിക്ക് പെൺപിള്ളേരോടാണ് താല്പര്യം, എനിക്കങ്ങനെയാണ് ഇങ്ങനെയാണ്. വിചിത്രമായ പേഴ്സണാലിറ്റീസ്, വ്യക്തിത്വ വൈകല്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറ. അതങ്ങനെ. ഇനി വേറൊരു ഭാഗം എനിക്ക് വരുന്നത്, നിരീശ്വരവാദങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നു, മനുഷ്യരുടെ എണ്ണം കൂടുന്നു. നല്ല കുടുംബത്തിൽ പറഞ്ഞവര് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോകുന്നു. സാത്താൻ സേവയുടെ പുറകെ പോകുന്ന, ഓജോ ബോർഡിൽ കളിച്ച് 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 അത് അവസാനം പിശാചിനെ സേവിക്കുന്ന. ഇതൊന്നും ഞാൻ പത്രത്തിൽ വായിച്ചത് പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ മുന്നിൽ വരുന്ന കേസ്, എൻ്റെ മുന്നിൽ വരുന്ന കേസുകൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അവിടെ കേട്ടത് ഇവിടെ കേട്ടതും ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ തലയോട്ടി വെച്ച് ആരാധിക്കുന്ന, എല്ലും കഷ്ണം വെച്ച് ആരാധിക്കുന്ന, ഭസ്മം വെച്ച് പൂജിക്കുന്ന ഒന്നാന്തരം ക്രിസ്ത്യാനി പിള്ളേരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ ഒരു ചെറുപ്പക്കാരൻ, അവന് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണ്. അവന് 30,000 രൂപ സാലറി, അവൻ ബിടെക് കഴിഞ്ഞവനാണ്. അവൻ എന്നോട് പറഞ്ഞു, സാത്താൻ സേവക്കാർക്ക് വേണ്ടി അവൻ ചെയ്യുന്ന ജോലിക്ക് അവന് മാസം 1,00,000 രൂപ കിട്ടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കാശിന്റെ പുറകെ പോയി ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു തലമുറ, അതും എന്നെ പേടിപ്പിക്കുന്നു. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ എന്നെ പോലെയുള്ളവരല്ലെങ്കിൽ ഞാനൊക്കെ ചിന്തിക്കുന്നത്, ഇതാരുടെ കുഴപ്പമാണ്? അപ്പം എല്ലാവരും എന്നോട് പറയും, അത് മീഡിയാസിൻ്റെ കുഴപ്പം, സിനിമയുടെ കുഴപ്പം, TV-യുടെ കുഴപ്പം, മൊബൈലിൻ്റെ കുഴപ്പം, ഇൻ്റർനെറ്റിൻ്റെ കുഴപ്പം, എല്ലാം കൊണ്ട് എന്നാത്തിൻ്റെ ഏലം തലയിലങ്ങ് വെക്കും. ഇതെല്ലാം നല്ലതല്ലേ? TV മോശമാണോ? ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അപ്പം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന TV എങ്ങനെയാ മോശമാകുന്നത്? അതിനകത്ത് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ ഫോണ് മോശമാണോ? ഞാൻ രാവിലെ 8 മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഞാൻ വന്നെന്ന് ഞാൻ എൻ്റെ ഫോണിലൂടെയാണ് എൻ്റെ വീട്ടുകാരെ അറിയിച്ചത്. ഞാൻ ഇങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കൂട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, രാത്രി 10 മണിക്കേ വരത്തുള്ളെന്ന്. കാരണം നിങ്ങളുടെ കാര്യമല്ലേ, എപ്പോൾ വിടുന്നൊന്നും അറിയത്തില്ലല്ലോ. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവർ 7-ന് വരുമെന്ന് പറഞ്ഞിട്ട് എന്തേ വരാത്തെ? 8-ന് അങ്ങനെ വിചാരിക്കണ്ട. 10 മണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞുള്ള കാര്യമല്ലേ ഉള്ളൂ. ഞാൻ മാക്സിമം അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, 10 എത്തും, ഗേറ്റ് അടയ്ക്കണ്ട, ഞാനങ്ങ് എത്തും. അപ്പം ആ ഫോണില്ലെങ്കിൽ ഇത് വല്ലതും പറ്റുമോ? നമുക്ക് കറണ്ട് ചാർജ് അടയ്ക്കാം, കടയിൽ പോയാൽ പൈസ കൊണ്ടുകൊണ്ടാ, ഈ സാധനം ഗൂഗിൾ പേ, പേടിഎം, എന്തൊക്കെ സംവിധാനങ്ങൾ. അത് മോശാന്ന് ഞാൻ പറയില്ല, അതല്ല ഒന്നാന്തര സാധനമാണ്. അതുകൊണ്ടാണ് പിഴച്ചു പോകുന്നതെന്ന് ഞാൻ പറയില്ല. ഞാൻ പറയും, നമ്മുടെ കുടുംബങ്ങൾ മാറിപ്പോയി ഒത്തിരിയേറെ. ഒരു കാലത്ത് നമ്മുടെ കുടുംബം പാരമ്പര്യങ്ങളുടെ ഒരു യൂണിറ്റ് ആയിരുന്നു. എന്നെ അറിയില്ലേ, ഞാൻ ഇന്നടത്തെ ഇന്നയാളിൻ്റെ മോളാണെന്നാണ് ഞാൻ എന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി, ഞാൻ ഇന്നടത്തെ ഇന്നയാളിൻ്റെ ഭാര്യയാണ്. പക്ഷെ ഇപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഇവരുടെ ഒന്നും അഡ്രസ്സ് വെക്കാറില്ല. അവരുടെ ആരുടെ അഡ്രസ്സ് ഇല്ലാതെ ഞാനൊരു അഡ്രസ്സ് ഉണ്ടാക്കി. അതെൻ്റെ എഡ്യൂക്കേഷൻ ആവാം, എൻ്റെ കരിയർ ആവാം, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാളും ചെയ്തു വെച്ച എൻ്റെ ജോലിയുടെ പ്രത്യേകതകളാവാം. എനിക്കൊരു അഡ്രസ്സുണ്ട്, ഞാൻ ആ അഡ്രസ്സിലാണ് അറിയപ്പെടുന്നത്. അവരെൻ്റെ കെയർ ഓഫിൽ അറിയപ്പെടുന്നു. അതെ, ഗ്രേസ് ലാലിൻ്റെ ഹസ്ബൻഡാന്ന് പുള്ളി ചിലയിടത്തൊക്കെ ചെന്ന് പറയാറുണ്ട്. ഈയിടെ മലേഷ്യയിൽ നിന്ന് പുള്ളി വിമാനത്താവളത്തിലിരിക്കുമ്പോൾ, എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ആരോ ഒരു മനുഷ്യനെ പരിചയപ്പെട്ട് അയാൾ പറഞ്ഞു, ഞാൻ കോട്ടയംകാരനാണ്, ഇന്ന സ്ഥലത്തുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളി പറഞ്ഞു, അവിടെ ഉള്ള ഒരാളെ എനിക്കറിയാവുന്ന. അതാരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഗ്രേസ് ലാൽ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റാണ്, അവരെ എനിക്കറിയാവുന്ന. അപ്പം എൻ്റെ കെട്ടിയോൻ പറയുക, കുറേ നാളായിട്ട് അവിടെ കൂടെ ഞാൻ താമസിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ എൻ്റെ പേര് കളഞ്ഞില്ലേ? അയാൾ അന്തസ്സായിട്ട് പറഞ്ഞതാ, കുറേ നാളായിട്ട് അവിടെ കൂടെ താമസിക്കുന്ന. അവസാനം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ. അന്ന് ഞാൻ പറഞ്ഞടി, നീ വിഷമിക്കൊന്നും വേണ്ട. അല്ല, കുറേ നാളായിട്ട് അവൾ എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അതെ, അർത്ഥങ്ങൾ പലതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് നമ്മുടെ കുടുംബം പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. അത് മാറി പണം, പിന്നെ എഡ്യൂക്കേഷൻ,
ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കുടുംബ സ്റ്റാറ്റസ് സിമ്പലായി മാറി വെച്ചിരിക്കുന്നത് മക്കളെവിടെയാണ്? ഓസ്ട്രേലിയയിലാണോ, കാനഡയിലാണോ? ഇപ്പൊ എവിടെയായിരുന്നു? ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതാണോ അതോ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണോ വന്നത്? അല്ലേ? വ്യത്യാസങ്ങൾ, സ്റ്റാറ്റസ് സിമ്പലൊക്കെ മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഓരോ 10 ഇയേഴ്സ് കഴിയുമ്പോഴും കുടുംബങ്ങളെക്കുറിച്ച് പഠിക്കുമ്പം എനിക്ക് മനസ്സിലാവുന്നത് 2000-ന് ശേഷം ഇവിടെ ആത്മഹത്യകളുടെ എണ്ണം കൂടുന്നു, കൊലപാതകങ്ങളുടെ എണ്ണം കൂടുന്നു. ഭാര്യ കൊല്ലാൻ മടിയില്ല, ഭർത്താവിനെ കൊല്ലാൻ മടിയില്ല. ഈയിടെ ബോംബെയിലോ എവിടെയോ പ്രഷർ കുക്കറിനകത്ത് വെച്ച് ഭാര്യയെ വേവിച്ചു, വെട്ടി നുറുക്കാക്കി വെച്ച്. ഞാൻ എല്ലാ കുക്കറും എടുത്ത് ലോക്ക് ചെയ്ത് വെക്കുക. ഇപ്പം വലിയ കുക്കറേ, ചെറുതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടോ? വല്ല പയറുതോരനൊക്കെ, പയറൊക്കെ വെക്കാൻ ചെറുപയർ വഹിക്കുന്നൊക്കെ, അത് കുഴപ്പമില്ല. വലിയ കുക്കറില്ലേ നമ്മുടെ, അതിനകത്തൊക്കെയാണ് ഈ മനുഷ്യൻ ഇനി വല്ല ദുർബുദ്ധിയും തോന്നാൻ മേലഴിയൊന്നും ഇല്ലല്ലോ. ആർക്ക് എന്നത് എപ്പോ തോന്നുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ക്രിമിനലിസം വളരുന്നു, കുറ്റകൃത്യങ്ങൾ കൂടുന്നു. അപ്പൊ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളോട് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യനെന്ന് പറയുന്നത് ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് മൂന്നോട് കൂടുന്നതാ. ശരീരം എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനം. അതിനെ നമ്മൾ ഭംഗിയായി കൊണ്ട് നടക്കും, കുളിപ്പിച്ച് പൗഡറൊക്കെ ഇടിപ്പിച്ച് നല്ല സ്റ്റൈലിൽ കൊണ്ട് നടക്കും. പക്ഷെ നമുക്കറിയാലോ, എറിയാൽ എത്രയാ ആയുസിന്റെ ദൈർഘ്യം? എറിയ 70 അല്ല, വെറുതെ എൻ്റെ മുഖത്ത് നോക്കി 70 എനിക്ക് 70 കഴിഞ്ഞു. 80 പോരാ, 80 മതിയോ? 90. കണ്ടോ അച്ഛൻ എത്ര നല്ല, അതാണ് ഹൃദയ വിശാലത. എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി 70 കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഒരു 90 ഇരിക്കട്ടെ, ഒരു 20 വർഷം അല്ലേ, അങ്ങനല്ലേ ഓർത്തെ? എൻ്റെ പൊന്നെ, ഇങ്ങനെ പറയാൻ തോന്നുന്നു. എൻ്റെ ചാച്ചൻ്റെ മൂത്ത പെങ്ങക്ക് 99 വയസ്സായിട്ട് ഇരിക്കുക, ഒരു കുഴപ്പമില്ല. പോട്ടെ പോട്ടെ പോട്ടെ, ഇവരെന്നെ വിഷമിപ്പിക്കുന്നു. അതെ, എൻ്റെ മനസ്സ് മടുപ്പിക്കാതെ. നമുക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൂടും തോറും. അപ്പൊ ഞാൻ പറഞ്ഞ ഏറിയാൽ 85 ഇയേഴ്സ്, അത്രയും വർഷം ജീവിക്കാനുള്ള പരാക്രമമാണോ മനുഷ്യൻ കാണിക്കുന്നത്? അല്ല. മനുഷ്യനിൽ ആസക്തികൾ കൂടി. എന്തിനോടൊക്കെ? പണത്തോട്. കേരളം മുഴുവൻ വളരെ മനോഹരമായ വീടുകൾ. ഇന്ന് രാവിലെ 8 മണിക്ക് ഞാൻ ഇറങ്ങി പോരുമ്പോഴ് ഇങ്ങ് വരുമ്പം ഇവിടെ വരെ ഞാൻ ഓർത്തു, തൃശ്ശൂരൊക്കെ എത്ര രസമുള്ള വീടുകൾ അല്ലേ? ലോകം മുഴുവൻ, കേരളം മുഴുവൻ മനോഹരമായ വീടുകൾ. ആ വീടുകളുടെ ഒക്കെ മുറ്റത്ത് എത്ര വണ്ടികൾ. പണ്ടൊക്കെ ഒരു വീട്ടിൽ ഒരു വണ്ടിയല്ലേ ഉള്ളൂ, അല്ല ഒന്നില്ലായിരുന്ന പോട്ടെ, ഒരു വണ്ടി ഉണ്ടായിരുന്നപ്പോ ഒരു വണ്ടി മതി. അങ്ങനെയുണ്ട്. സൈക്കിൾ അല്ലാതൊക്കെ പോയി, പിന്നെ ഒരു അംബാസിഡർ കാറൊക്കെ കിടക്കുന്ന സമയം അതൊക്കെ പോയി. ഇപ്പൊ ആൾക്കോരോ വണ്ടിയുണ്ട്. ധാരാളിത്തം നമ്മുടെ മുറ്റത്ത് തന്നെ കാണാൻ പറ്റുന്നു. നല്ല വീടുകൾ, നല്ല കാറുകൾ, നല്ല പൂന്തോട്ടങ്ങൾ, നല്ല സൗകര്യങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുക എന്നൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും. ആസക്തികൾ മനുഷ്യന് കൂടിയിരിക്കുകയാണ്. ഒരു വശത്ത് ലോകത്തോടുള്ള അമിതമായ ആവേശം. രണ്ടാമത്തത് ആത്മാവാണ്. ദൈവത്തിൻ്റെ നമ്മളിലെ അംശമാണ് ആത്മാവെന്നും മരണശേഷം ഈ ആത്മാവ് ദൈവത്തോട് ചേരുമെന്നും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു. ബട്ട് അതിനുള്ള സ്പിരിച്വാലിറ്റി ആർക്കാണുള്ളത്? വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? എന്താണ് ആത്മീയത? മർത്തമറിയ സമാജത്തിൽ പ്രവർത്തിക്കുന്നതാണോ ആത്മീയത? എല്ലാ സൺഡേയിലും പള്ളിയിൽ പോകുന്നതാണോ ആത്മീയത? അല്ല. നമ്മുടെ വരുമാനത്തിൻ്റെ ദശാംശം പള്ളിക്ക് കൊടുക്കുന്നു, തമ്പുരാന് കൊടുക്കുന്നു, ഇതാണോ ആത്മീയത? അല്ല. ഇതൊന്നും ആത്മീയതയാണെന്ന് ഞാൻ പറയില്ല. സ്പിരിച്വാലിറ്റി ഈസ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത ക്രമമാണ് പ്രിയപ്പെട്ടവരെ. പണ്ടത്തെ നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും ഒക്കെ ഉണ്ടായിരുന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് കുടുംബത്തെ കൂട്ടിയിരുത്തി ഉറക്ക വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും കൂടെ വളരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നേ. ഇല്ല, ഞാനിവിടെ നിൽക്കില്ല. ഞാനൊരു ജോയിൻറ്റ് ഫാമിലിയിൽ വളർന്നതാണ്. വല്യപ്പച്ചനും വല്യമ്മച്ചിയും ചിറ്റപ്പന്മാരും ആൻറ്റിമാരും. എൻ്റെ ചാച്ചനൊക്കെ 8 പേരായിരുന്നു. ഒരാൻറ്റി തന്നെ 11 പിള്ളേരെ പ്രസവിച്ചു. അപ്പോൾ ചാച്ചൻ്റെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് തോന്നി കുറഞ്ഞു പോകുന്നു. പുള്ളിക്കാരി ഒരു മത്സരത്തിലൂടെ ഒരു 8 എണ്ണമൊക്കെ വരെ ഒപ്പിച്ചു. പിന്നെ 7, 6 അങ്ങനെ മത്സരബുദ്ധി ഉള്ളവരെല്ലാം അങ്ങനെ. എൻ്റെ ചാച്ചന് ഒരു മത്സരബുദ്ധിയിലായിരുന്നു, 3 എണ്ണേ ഉണ്ടായുള്ളൂ.
ഞങ്ങൾ 3 പേരേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. ഞാൻ വളർന്ന ഒരു വലിയ കുട്ടിപ്പട്ടാളത്തിനിടയിലാണ്. എൻ്റെ കരുത്ത്, എൻ്റെ ആത്മവിശ്വാസം, എൻ്റെ സ്പിരിച്വാലിറ്റി, എൻ്റെ ആത്മീയത എൻ്റെ കുടുംബം എനിക്ക് തന്നതാ. ഞാൻ പുസ്തകത്തിൽ പഠിച്ചതിനേക്കാൾ ഏറെ ഞാൻ പഠിച്ചത് എൻ്റെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും അവരുടെ ആ പ്രാർത്ഥന നിർഭരമായ ജീവിതത്തിലൂടെ പഠിച്ചതാണ് പലതും ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് നഷ്ടമാവുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടി, ഉത്സവങ്ങളും പെരുന്നാളുകളും കൂടി, കൺവെൻഷനുകളും ധ്യാനയോഗങ്ങളും ധ്യാന കേന്ദ്രങ്ങളും കൂടി, ഇനിയും ധ്യാന കേന്ദ്രങ്ങൾ മാത്രമല്ല, വീട്ടിലിരുന്ന് ധ്യാനം കേൾക്കുന്നവരുടെ എണ്ണം കൂടി. പിന്നെ അടുക്കള ജോലി ചെയ്യുമ്പോൾ വാളംനാലച്ഛനെ കേൾക്കുന്നുണ്ട്, ഭൂവണത്തിലച്ഛനെ കേൾക്കുന്നുണ്ട്, പിന്നെ ആ സെയ്യല കേൾക്കുന്നുണ്ട്, പിന്നെ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. വല്ല പ്രയോജനം ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം. അതെ, ആത്മീയത എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അപ്പം ഞാൻ ഈയിടെ ഒരു ദിവസം ഈ ഒരു പള്ളിയിൽ, പള്ളി ഏതാന്ന് പറയുന്നില്ല, ഞാൻ എല്ലാ മതവിഭാഗം ക്ലാസ് എടുക്കുന്നയാളാണ്. അപ്പം ഇങ്ങനെ കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു. പരിപാടി പള്ളി നിറയെ ആളാണ്. നല്ല നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ്. അപ്പം ഞാനിരിക്കുമ്പോൾ വികാരിയച്ഛനാണ് എൻ്റെ ഇപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, ഗ്രേസ് ലാൽ ഇപ്പം അങ്ങോട്ട് നോക്കണ്ട, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് 5ാമത്തെ ബെഞ്ച് വന്നച്ചാ വന്നു. പച്ച സാരി കണ്ടോ? കണ്ടച്ചാ കണ്ടു. അതവിടെ നിൽക്കട്ടെ. ഇനിയും തലക്കലോട്ട് ഗ്രേസ് ലാൽ വാ. വന്നു. ഇനിയും 3rd റോയിലോട്ട് പോയച്ചാ പോയി. അവിടെ കണ്ടോ ഒരു ചുമല ചുരിദാറ്? കണ്ടച്ചാ കണ്ടു. ആ 2nd വണ്ണാണോ? അത് തന്നെ. അമ്മായിമ്മയും മരുമോളുവാ. അച്ഛൻ പതുക്കിയാ പറഞ്ഞേ. ഇത് അമ്മായിമ്മയും മരുമോളുവാ. അവര് തമ്മിലും മിണ്ടാറില്ല. ഭക്തജനങ്ങളാണ് രണ്ടുപേരും. പള്ളിയിൽ സ്ഥിരമായിട്ട് വരുന്നവരാണ്. മർത്തമറിയ സമാജത്തിന്റെ പ്രവർത്തകരാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരുടെ വീട് ഒരു 2 നില വീടാണ്. മേളത്തെ നിലയിൽ മരുമോളും പിള്ളേരും, താഴത്തെ നിലയിൽ അമ്മ ഒറ്റയ്ക്ക്. അപ്പൻ മരിച്ചുപോയി. ഇവരുടെ ഭർത്താവ് ദുബായിലാണ്, മകൻ ദുബായിലാണ്. അപ്പൊ ഈ 2 വീട്ടുകാരാ ഇത്. അവര് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അമ്മയും മോളും തമ്മിൽ മിണ്ടാറില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നു, മോളും പിള്ളേരും അവിടെ ആ സ്റ്റെപ്പ് ഇറങ്ങി അതിലൂടെ പോകുന്നുള്ളൂ. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, അതെ ഈയിടെ ഞാൻ പള്ളിയിൽ ഇച്ചിരി റെനോവേഷനൊക്കെ നടക്കുകയായിരുന്നു. അപ്പം ഞാൻ പള്ളി വിളിച്ച് പറഞ്ഞായിരുന്നു, ആർക്കെങ്കിലുമൊക്കെ വല്ലതും സഹായിക്കാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾക്കുള്ള പോലെ തരണം. അങ്ങനെ ഞാൻ ഇറങ്ങി ഇവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് ഗുട്ടൻസ് മനസ്സിലായത്. ഗ്രേസേ, ആദ്യമേ ഞാൻ ചെന്ന് ബെല്ലടിച്ചപ്പോൾ അമ്മ ഇറങ്ങി വന്നു. ആഹാ, അച്ഛനാണോ? ഇരിക്കച്ചാ. എന്താ അച്ഛാ? അല്ല, പള്ളിയിൽ ഒരു ചെറിയ പരിപാടി ഇങ്ങനെ എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. അയ്യോ അച്ഛ, ഇരിക്കുക, പൈസ ഉണ്ടോ നോക്കട്ടെ. 2000 രൂപ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ ഇപ്പം ഇത്ര കാശായിട്ട് ഇവിടെ ഇരിപ്പുള്ളൂ. അപ്പം അച്ഛൻ പറഞ്ഞു, ഇത് മതി, അമ്മ ഇത്ര തന്നാ മതി. അമ്മനെ ബീനായോ ഒന്ന് വിളിക്കാവോ? അവളെയോ? ഞാനോ? ഞങ്ങൾ തമ്മിൽ മിണ്ടില്ല അച്ഛാ. അച്ഛനറിയത്തില്ലേ? അച്ഛനോട് പിന്നെ കുറച്ച് ചരിത്രമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, അച്ഛൻ്റെ കയ്യിൽ ഫോൺ നമ്പർ ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ തരാം. അച്ഛൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ. ഈ കൂട്ടായ്മയ്ക്കകത്ത് ഫോൺ നമ്പർ ഉണ്ട്, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അച്ഛൻ മേളത്തെ നില താമസിക്കുന്ന മരുമകളെ വിളിച്ചു. അവള് താഴ്ത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് അമ്മായിമ്മ അകത്തേറി കഥകി ലോക്ക് ചെയ്തു. അവള് താഴ്ത്തിറങ്ങി വന്ന, ആഹാ അച്ഛനായിരുന്നോ? എന്താ അച്ഛാ? കണ്ടില്ലേ അമ്മ? കണ്ടില്ലേ? കണ്ടു ബീന. അതല്ല, ബീനെ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അച്ഛൻ ഈ കാര്യം അവതരിപ്പിച്ചപ്പോ, എത്ര തന്നു തള്ള? 2000 ബീന, 2000. അച്ഛൻ അവിടെ നിൽക്കും, ഞാനിപ്പോ വരാം. ബീന ഒറ്റച്ചാട്ടത്തിന് മേളിൽ പോയി 5000 എടുത്തുകൊണ്ടുവന്ന് അച്ഛന് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ തള്ളയുടെ ഈ പൂത്ത കാശുണ്ട്. അച്ഛനറിയാവോ, ഈ തള്ളയുടെ കെട്ടിയോൻ പട്ടാളത്തിലായിരുന്നു, പെൻഷൻ കിട്ടുന്നുണ്ടെന്ന്. പട്ടാളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വേറൊരു ജോലി ചെയ്ത് അതിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ട്. 2 പെൻഷനാ തള്ളയുടെ കയ്യിൽ. 2000 രൂപ. അച്ഛാ, ഈ 5000 ഞാൻ ഇപ്പം തന്നേനാ പറയാം, കാശിപ്പം ഇത്ര ഇരിപ്പുള്ളൂ, അടുത്ത മാസം പുള്ളി അയക്കുമ്പോൾ ഞാൻ 5000 കൂടെ കൊണ്ടുതരും. അല്ലേലും ബീന നല്ലതാ, ബീന നല്ലതാ, ബീന കുഴപ്പമൊന്നുമില്ല, താങ്ക് യു ബീന ഒക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് പോകുന്നെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. എനിക്ക് അവരെ പിണക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കട്ടിയായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഗ്രേസ് ലാൽ കട്ടിയായിട്ട് പറഞ്ഞു, 2 നരകത്തിലോട്ടേ പോകത്തുള്ളെന്ന്.
ഞാൻ പറഞ്ഞു എനിക്ക് എന്നാ ചേതം പറയാൻ, എനിക്ക് വല്ല ചേതമുണ്ടോ? ഞാനിപ്പോ ഇവിടെ പറഞ്ഞേച്ച് പോകല്ലേ, അതുപോലെ ഞാനങ്ങ് പറഞ്ഞിട്ട് പോകും. ഞാൻ പറഞ്ഞു, സ്വന്തം വീട്ടില് അമ്മയോട് മിണ്ടാതെ ഒരു മകളും, മകളോട് മിണ്ടാതെ ഒരു അമ്മയും എന്തൊക്കെ പുണ്യപ്രവൃത്തി ചെയ്താലും ദൈവം തമ്പുരാൻ പ്രസാദിക്കില്ല. വീട്ടില് ഉള്ളവരോട് മിണ്ടാതെ, കെട്ടിയോനോട് മിണ്ടാതെ പള്ളി പോയിട്ട് കാര്യമില്ല. നമ്മൾ എന്നാ സംഘടന പ്രവർത്തിച്ചാലും കാര്യമില്ല. മരുമകളോട് മിണ്ടാതെ. കഴിഞ്ഞ ദിവസം ഒരു അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മരുമോൾ എന്നെ കണ്ട ഉടനെ പാട്ട് പാടുമെന്ന്. ഞാൻ പറഞ്ഞു അത് കൊള്ളാമല്ലോ, അത് നല്ല മരുമോളാ. അന്നേരം പറഞ്ഞു അങ്ങനെ അല്ല ഗ്രേസിലല്ലേ, ഞാൻ അടുക്കളയിലോട്ട് എന്നാത്തിനേലും വല്ലോ ഒന്ന് എടുക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവള് ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ, അവൾ ഇങ്ങനെ നടക്കുക അന്ന്. അവൾ എന്നോട് മിണ്ടായിരിക്കാൻ കാണിക്കുന്ന പണിയാ ഇത്. ഞാൻ വല്ലതും ചോദിച്ചാൽ മറുപടി പറയണ്ടേ? നല്ല ട്രിക്കുകൾ, പുതിയ ട്രിക്കൊക്കെ പഠിച്ചില്ലേ ഇപ്പൊ? ഇനി ഇതൊക്കെ വേണം അഹമ്മദാബാദിൽ ചെന്നിട്ട് പരീക്ഷിച്ചു നോക്കാൻ. എന്തായാലും കൊള്ളാം. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുമാണ് പ്രാർത്ഥന. ബൈബിള് വായിക്കുന്നത് മാത്രമല്ല, അത് വേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ കഞ്ഞി വെക്കുന്നതും കറി വെക്കുന്നതും ക്ഷമിക്കുന്നതും ഭർത്താവിനെ നോക്കുന്നതും രോഗിയായ അമ്മയെ ശുശ്രൂഷിക്കുന്നതും എല്ലാം പ്രാർത്ഥനയാണ്. ഈ സ്പിരിച്വാലിറ്റി കുടുംബങ്ങൾക്ക് നഷ്ടമായി. അതാണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തത് മനസ്സെന്ന് പറയും. ഇത് വല്ലാത്തൊരു സാധനമാണ്. രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് മൈൻഡ് എന്ന് പറയുന്നത്. ഞാൻ പഠിച്ചിരിക്കുന്നത് മൈൻഡിനെ കുറിച്ചാണ്. നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റഡി എന്നാണെന്നറിയാമോ? ഇന്ത്യയിൽ മാനസിക രോഗ ചികിത്സയ്ക്ക് വിറ്റ് തീരുന്ന മരുന്നിൻ്റെ 30% വിഴുങ്ങുന്നത് മലയാളിയാണ്. മലയാളിക്ക് കിർക്ക് കൂടുന്നു. ഇനി വേറൊരു കണക്കുണ്ട്. കേരളത്തിൽ 5 വീട്ടിൽ ഒരാൾക്ക് വട്ടുണ്ടെന്ന്. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ ഇടവകയിൽ എത്ര വീടുണ്ടോ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത്രയും വട്ടികളോ വട്ടന്മാരോ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. കാര്യം മനസ്സിലായോ? കാര്യം മനസ്സിലായി? അപ്പോൾ അവർ പറയുന്ന വേറൊരു കണക്ക്, അമേരിക്കയിൽ 5 സ്ത്രീകളിൽ ഒരാൾക്ക് വട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതേതായാലും ഭാഗ്യം, നമുക്കില്ലല്ലോ. അത് നമുക്കില്ല. 5 സ്ത്രീകളിൽ ഒരാൾക്ക്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവിടെ തന്നെ എത്ര വട്ടികൾ കാണും? ഏതായാലും അത്രയും നമുക്കില്ലായിരിക്കും. എന്നാലും ഒരു കാര്യം നമുക്കറിയാം, മാനസിക വൈകല്യങ്ങൾ കൂടുന്നു. ഈ കൊറോണയ്ക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയ വേർഡ് ഡിപ്രഷൻ എന്ന വേർഡാ. ഡിപ്രഷനുള്ള ആൾക്കാരാണ് കൂടുതൽ എന്നെ കാണാൻ വന്നത്. ജോലി നഷ്ടപ്പെട്ടവരാകാം, ഭാര്യ നഷ്ടപ്പെട്ടവരാകാം, ഭർത്താവ് നഷ്ടപ്പെട്ടവരാകാം, പണം ഇല്ലാത്തവർ, എങ്ങനെ വന്നാലും അവസാനം അത് ഡിപ്രഷനിൽ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇത് 3 കൂടെ ഒന്ന് ബാലൻസ്ഡ് ആക്കണം. ഏത് 3 കൂടെ? മൈൻഡ്, ബോഡി, സോൾ. ശരീരവും മനസ്സും ആത്മാവും ബാലൻസ്ഡ് ആവുക. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഒരു പരീക്ഷയ്ക്ക് 6 വിഷയം പഠിക്കാനുണ്ട്. 5 വിഷയത്തിന് നമുക്ക് 100-ൽ 100 കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു വിഷയത്തിന് നമുക്ക് 0. നമ്മൾ ജയിക്കുമോ ചെയ്യാണ്ടി? ഇല്ല. 6 വിഷയത്തിന് ജസ്റ്റ് പാസ് കിട്ടിയാൽ നമ്മൾ ജയിക്കുമോ? ജയിക്കും. അപ്പം നമ്മൾ ഏത് കൂട്ടത്തിലുള്ളവരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതായത് ഈയിടെ ഒരു ചേട്ടൻ എനിക്ക് വന്നു, ചേച്ചിയെ കൂട്ടിയാ വന്ന്, ഇത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു. വഴിക്ക് എന്നോട് പറഞ്ഞു, ഗ്രേസ് ലാലേ, ഇവക്ക് എന്നാത്തിന്റെ കേടാന്നാ ഈ പറയുന്നേ? ഗ്രേസ് ലാലിന് അറിയാവോ, 1-ാം തരം വീട് 1,15,00,000 രൂപ ഞാൻ ഉണ്ടാക്കിയതാ. എവിടെ തന്തയല്ല, ഞാൻ ഉണ്ടാക്കിയത്. എല്ലാ സൗകര്യങ്ങളുള്ള വീട്. എന്ത് വേണമെങ്കിലും ഞാൻ അവള് പറയുന്നിടത്ത് കൊണ്ട് കൊടുക്കും. അവള് എന്നോട് 1 കിലോ പഞ്ചസാര പറഞ്ഞാൽ 5 കിലോയിൽ കുറഞ്ഞ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഈയിടെ ഞാൻ പുറത്തോട്ട് പോയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, മീനൊന്നും ഇരിപ്പില്ലെന്ന്. എല്ലാം ഹൈടെക് മീൻ കടകൾ. വറക്കാന്, കറി വെക്കാന്, പീര വെക്കാന്, മപ്പാസ് വെക്കാന്, അച്ചാറിടാൻ 5 സൈസ് മീൻ 5 കിലോ വെട്ടി പീസാക്കി കൊണ്ട് ഇട്ടുകൊടുത്തു ഞാൻ. അതാണ് ഞാൻ. ഈയിടെ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പുറത്തോട്ട് പോയപ്പോ അവിടെ അടിപ്പാവാടയെല്ലാം പോയെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഒരു പാവാടയായിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റുമോ? പറ്റത്തില്ല.
ഞാൻ ആ കടയിൽ കയറി ആ ചെറുക്കനോട് പറഞ്ഞു 6 പാവാട 6 കളറ് പാക്കയിടാന്ന് പറഞ്ഞു. കൊണ്ട് ഇട്ടു കൊടുത്തു. ഞാൻ ഇടറിന്ന് പറഞ്ഞു. അതാണ് ഞാൻ. എന്നോട് ഒരു കാര്യം അവള് പറഞ്ഞാൽ 5 ഇരട്ടിയായി 6 ഇരട്ടിയായി കൊടുക്കുന്ന ഞാൻ. എല്ലാ ദിവസവും ഞാൻ വൈകിട്ട് ഇത്തിരി കള്ളു കുടിക്കും. അതിന് ഇവള് ചാടേണ്ട കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? ചാടുന്ന അപ്പൊ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, കള്ളു കുടിക്കുന്നതിനല്ല ഞാൻ ചാടുന്ന, കിടന്ന് മുള്ളുന്നതിനാ ചാടുന്നെന്ന് പറഞ്ഞു. ആ, കിടന്ന് മൂത്രം ഒഴിക്കുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു അത് ചേട്ടന്റെ കുറ്റമല്ല. കാരണം കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേട്ടന് നേരെ നിൽക്കാൻ മേലെ തോന്നുകൊണ്ടല്ലേ. അപ്പൊ ചേട്ടൻ അങ്ങ് കിടക്കും. കിടന്നു പോവും. പിന്നെ മൂത്രം ഒഴിക്കാൻ അന്നേരം മുട്ടുമ്പോ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? കിടന്നോണ്ടല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ചേച്ചി പറയുന്ന 2 മെത്ത ഞാൻ കത്തിച്ചു, കുറെ ബെഡ്ഷീറ്റ് കത്തിച്ചു, ഇനി ഇതിയാനെ കൂടെ വെച്ച് ഞാൻ കത്തിക്കുമെന്ന്. അതിനാണ് അവർ ചാടുന്നതെന്നാ പറഞ്ഞത്. അവസാനം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടന് ഞാനൊരു ട്യൂഷൻ എടുക്കാം. അല്ലാതെ ചേട്ടൻ രക്ഷപ്പെടത്തില്ല. കാരണം ചേട്ടൻ 5 വിഷയത്തിന് ഫുള്ളാ. വലിയ വീട് വെക്കുന്നു, എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു, കിടന്ന് മൂത്രം ഒഴിക്കുന്നു. അത്രേ ഉള്ളു കുഴപ്പം. അതൊന്ന് നിന്നോണ്ടാവണം, അത്രേ ഉള്ളു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സഹായിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ ചേട്ടൻ 5 വിഷയത്തിന് ഫുള്ളായിരുന്നു, 1 വിഷയത്തിന് 0 ആയിരുന്നു. അപ്പൊ ചേട്ടൻ ജയിക്കില്ല. ചേട്ടനെ ജയിപ്പിക്കാൻ നോക്കുക ഞാൻ. അതെ, ഞാനിപ്പോൾ ജയിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുടിയൊന്നും നിർത്തണമല്ലോ ചേട്ടൻ, അതിൻ്റെ ഒരു ശ്രമത്തിലാണ് ഞാൻ. വേറൊരു അഡ്വക്കേറ്റ്, അയാള് ഏറ്റുമാനൂർ കുടുംബ കോടതിയിലെ അഡ്വക്കേറ്റ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേസ്ലാലേ, എന്നെ ആൻറ്റി എന്നാ വിളിക്കും, ഗ്രേസ്ലാൽ ആൻറ്റി, കുറുന്തോട്ടിക്ക് വാദം. കുറുന്തോട്ടിക്ക് വാദം. അപ്പൊ ഞാൻ പറഞ്ഞു അത് കുഴപ്പമാണല്ലോ, അത് എവിടെ നിന്ന കുറുന്തോട്ടി, എവിടെ നിൽക്കുന്ന കുറുന്തോട്ടി? ഞാൻ തന്നെയാണ് കുറുന്തോട്ടി. എന്താടാ മോനെ? ഗ്രേസ് ആൻറ്റിക്ക് എന്നെ അറിയാമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു നിന്നെ അറിയാമെന്ന് പറഞ്ഞാൽ നീ ഈ യുവജന പ്രസ്ഥാനത്തിലൂടെയൊക്കെ പ്രവർത്തിച്ച് വന്ന കാലം തൊട്ട് നിന്നെ ഞാൻ അറിയും. പിന്നെ ഇപ്പൊ കുടുംബ കോടതിയിൽ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഞാൻ ചില കേസൊക്കെ നിനക്ക് റെഫർ ചെയ്യാറുണ്ട്. അങ്ങനെ പരിചയം ഉണ്ടെന്നല്ലാതെ നിന്റെ ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല. അപ്പം എന്നോട് പറയാൻ തുടങ്ങി, ഗ്രേസ് ചേച്ചി, എൻ്റെ ചെറുപ്പത്തിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പം മരിച്ചു. എനിക്ക് അമ്മയുണ്ട്, ഒരു ചേട്ടനുണ്ട്, 2 ചേച്ചിമാരുണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞ് ഞങ്ങളെ വളർത്താൻ വേണ്ടി ചേട്ടൻ പഠിത്തമൊക്കെ നിർത്തിയിട്ട് ഒരു ചെറിയ പലചരക്കയുടെ അപ്പനുണ്ടായിരുന്നു, അത് ചേട്ടൻ നടത്തി. അമ്മ പശുവിനെ വളർത്തി, ആടിനെ വളർത്തി, ചാണകം വിറ്റ്, പാല് വിറ്റ് ചേട്ടനെ സഹായിച്ചുകൊണ്ട് ഞങ്ങളെ വളർത്തി. ചേച്ചി ഒരാൾ TTC കഴിഞ്ഞു, ടീച്ചറാണ്. 2ാമത്തെ ആള് നേഴ്സിംഗ് കഴിഞ്ഞു, അവൾ ജോലി ചെയ്യുകയാണ്, ഇപ്പം ഡൽഹിയിലാണ്. അവർ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഏറ്റവും ഇളയ ഞാനായിരുന്നു പഠിക്കാൻ മിടുക്കൻ. എന്നെ അഡ്വക്കേറ്റാക്കി. ഞാൻ എല്ലായിടത്തും റാങ്ക് വാങ്ങി പാസ്സായ ആളാണ്. ഞാൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. അങ്ങനെ ചേട്ടൻ കഷ്ടപ്പെട്ട് ഇത്രയാക്കി. എൻ്റെ ഭാര്യ, ഗ്രേസ് ആൻറ്റി അറിയുമോയെന്ന് എനിക്കറിയില്ല, പേര് ബ്ലെസ്സി എന്നാണ്, ഇന്ന സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഗ്രേസ് ആൻറ്റി ഈയിടെ അവിടെ ക്ലാസ് എടുക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നെന്ന് അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു കണ്ട അറിയുമായിരിക്കും, എനിക്ക് പേരൊന്നും പറഞ്ഞാൽ അറിയില്ല. ബ്ലെസ്സിക്ക് പക്ഷേ ആൻറ്റിയെ അറിയാം. ഗ്രേസ് ജി, എൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഈയിടെ ഒരു വീട് വെച്ചു, 10-25 സെൻറ്റ് സ്ഥലം വാങ്ങി, തറവാടിനടുത്തായിട്ട് തന്നെ ഞാനൊരു വീട് വെച്ചു. വീട് ഞാൻ ചേട്ടൻ്റെ സ്ഥലം എനിക്ക് എൻ്റെ വീതവും കൂടെ ഞാൻ ചേട്ടന് എഴുതി കൊടുത്തു. ഞാൻ അവിടുന്ന് ഒന്നും വാങ്ങിയില്ല, കാരണം ചേട്ടൻ കഷ്ടപ്പെട്ടതല്ലേ. അതുകൊണ്ട് എനിക്ക് വീതവും വേണ്ട, ഒന്നും വേണ്ട, ചേട്ടൻ എങ്ങനെയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഞാൻ വീട് വെച്ചതിൽ ഒരു മുറി എൻ്റെ അമ്മയ്ക്കായിട്ടാണ് ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് വാതൊക്കെ ഉണ്ട്. അപ്പം ഞാനത് ഗ്രാനൈറ്റ് ഇട്ടില്ല, തറയോടിട്ടു. അമ്മയുടെ കാലം കഴിഞ്ഞാൽ നമുക്ക് ഗ്രാനൈറ്റ് ഇടാമല്ലോ. അങ്ങനെ അമ്മയ്ക്ക് പിടിച്ചോണ്ട് എഴുന്നേക്കാൻ പറ്റുന്ന തരത്തിൽ ടോയ്ലറ്റൊക്കെ ക്രമീകരിച്ച് ഒരു മുറി ഞാൻ അമ്മയ്ക്കായിട്ടൊന്ന് ഉണ്ടാക്കിയതാ. ഗ്രേസ് ആൻറ്റി, ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു ഞാൻ വേറെ മാറിയിട്ട്. എൻ്റെ ഭാര്യ ബ്ലെസ്സി പെണ്ണാണെങ്കിൽ അമ്മയെ വീട്ടിൽ കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഗ്രേസ് ആൻറ്റി, നമ്മൾ തമ്മിൽ സംസാരിച്ചെന്ന് ഇത് ബ്ലെസ്സി അറിയരുത്. ഞാൻ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ ഒരു ദിവസം ബ്ലെസ്സി അവിടെ എത്തിക്കാം. ആൻറ്റി ഒന്ന് സംസാരിക്കാവോ? ആൻറ്റി അവൾക്ക് വിശ്വാസമുണ്ട്. പിന്നെ നീങ്ങി കൊണ്ടുപോവാ, ഞാൻ ഏറ്റല്ലോ, നമ്മുടെ പണി ഇതല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു. ഒരു ദിവസം അവൻ എന്നെ കോട്ടയായപ്പോൾ വിളിച്ചു, ഗ്രേസ് ആൻറ്റി ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ സാധനമായിട്ട് ഇങ്ങ് വരാൻ പറഞ്ഞു. അങ്ങനെ ഓഫീസിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ആൻറ്റിക്ക് ഇപ്പോൾ ആരും ഇല്ലേ, ഫ്രീ ആണോ? ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ടിരിക്കുക. എന്താടാ കൊച്ചേ? അല്ല, എനിക്കൊരു ക്ലയൻറ്റിനെ കാണാൻ പോകണം, എൻ്റെ വൈഫ് വെറുതെ കാറിലിരുന്ന് ചൂട് കൊള്ളണ്ടല്ലോ, ഇവിടെ ഇരുത്തുന്ന എവിടെ ആകുമ്പോൾ AC ഒക്കെ ഉണ്ടല്ലോ, വിരോധമുണ്ടോ? നമ്മൾ ഒരു വിരോധമില്ല, അവൾ ഇവിടെ ഇരുന്നോട്ടെ, നീ പൊക്കോളാൻ പറഞ്ഞു.
നീ നിനക്ക് ആവശ്യമുള്ള സമയമൊക്കെ എടുത്തിട്ട് വന്നാൽ മതി, ഞാനും അവളും കൂടി ഇവിടെ ഇരുന്നോളാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് വർത്താനം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ബ്ലസ്സി എന്ത് ഭംഗിയാ ഈ കമ്മല് കാണാന്, ഇതെവിടുന്ന, ഭീമായിന്നാണോ? ഡയമണ്ടാ അല്ലേ? ഡയമണ്ട് ആൻറ്റി, നല്ല രസമുണ്ട് ഈ സാരി കേട്ടോ. ഇത് അഹമ്മദാബാദിൽ നിന്ന് തന്നെയാണോ? അങ്ങനെ ഞാൻ അവിടെ സാരി, കമ്മല, വള അവളെ പൊക്കാവുന്നിടത്തോളം പൊക്കി. ഞാൻ ചോദിച്ചു, ബ്ലസ്സി ഇപ്പം ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നേ? ഞാൻ ഇന്ന സ്കൂളിലാണ്. എന്ത് വിഷയം? മാത്സ്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ബ്ലസ്സി നിങ്ങൾ എവിടെ താമസിക്കുന്നേ? അയ്യോ ആൻറ്റിക്ക് അറിയില്ലേ, ഞാൻ ഏറ്റുമാനൂർ പാലാ റോഡിൽ ഈ പിന്നെ ഷാജിയുടെ വീടറിയാവോ ആൻറ്റിക്ക്? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഷാജിയുടെ വീടിനടുത്ത് തന്നെ ഞങ്ങൾ വേറൊരു വീട് വെച്ചു. അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നേച്ചനോട് പറഞ്ഞു, ഗ്രേസാൻറ്റി ഇത്രയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം ഗ്രേസാൻറ്റിയോട് പറഞ്ഞാൽ എനിക്ക് സാധിച്ചു തരുമോ? തീർച്ചയായിട്ടും. ഈ ഷാജി ഇല്ലേ ഒരു തള്ളമോനാ, അമ്മേന്ന് പറഞ്ഞ ചത്ത് കിടക്കുക. അത് കേൾക്കുമ്പോ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞു കയറും. അതെ, അത് കേൾക്കുമ്പോ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞു കയറും. ഗ്രേസാൻറ്റി ഒരു ഉപകാരം ചെയ്യാവോ? അമ്മ അവിടെ നിൽക്കട്ടെ എന്ന് ഷാജിയോട് പറ. ഷാജിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ജോലിക്ക് പോകണം, പിള്ളേർക്ക് സ്കൂളിൽ പോകണം, പിന്നെ ഒരു വേലക്കാരി. അവർ ഈ തള്ളേനെ എത്രമാത്രം നോക്കും. അവിടെ ആകുമ്പോൾ ചേച്ചിക്ക് ജോലിയില്ല, ചേട്ടൻ്റെ ഭാര്യ, ചേട്ടൻ തൊട്ടപ്പുറത്ത് കട, അവരമ്മേനെ നോക്കിക്കോളും. അതല്ലേ സുരക്ഷിതത്വം. ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, ഇവന് തലയ്ക്ക് വല്ല കോളും ഉണ്ടോ? ഇവൻ എന്നാ മനുഷ്യനാ? ഞാൻ പറയാം മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്നാലും മോളെ നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് ഈ വിഷയം സംസാരിച്ചെന്ന് നീ അവനോട് പറയാനൊന്നും പോകണ്ട. ഞാൻ ചുമ്മാ ഒരു കാര്യം പറയാം. അതെന്നെ ആൻറ്റി, ഇന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തറവാട് കഴിഞ്ഞല്ലേ നിങ്ങളുടെ വീട്? തറവാട് കഴിഞ്ഞ് 2 വീടപ്പുറം. തറവാടാകുമ്പോൾ നീ പറയണം, ഷായിച്ചായ തറവാട്ടിലൊന്ന് കയറിയാലോ? അവൻ കയറ്റുവാണെങ്കിൽ നീ കയറണം. എന്നിട്ട് അവിടെ ചെന്ന് ചേച്ചിയോട് കട്ടൻ കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ച് പിള്ളേരെയൊക്കെ ഒന്ന് ലാളിച്ച്, ആ തള്ള അവിടെ ഉണ്ടല്ലോ, അവരവിടെ എവിടെയെങ്കിലും കാണും. ഉറക്കെ ഷാജിച്ചായനെ കേക്കെ ഈ അമ്മയോട് ചോദിക്കണം, അമ്മ പോരുന്നോ മേ? ട്രിക്ക് പഠിക്കുന്നുണ്ടോ? ഏക്കുന്നുണ്ടോ? അമ്മ പോരുന്നോ മേ? അവര് വരത്തൊന്നുമില്ല, 92 വയസ്സുണ്ട്, അവരെ വരാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇത് കേൾക്കുന്ന ഷാജിയുടെ മനസ്സിൽ ലഡു പൊട്ടും. നിന്നോട് അവന് ബഹുമാനം കൂടും, സ്നേഹം കൂടും. കണ്ടോ, കുടുംബജീവിതം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് രസകരമാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. അവള് പോയി, അവൻ വന്നു, അവള് പോയി. പോയ വഴിക്ക് ഇതുപോലെ തന്നെ അവൾ ചോദിച്ചു, ഷായിച്ചായ തറവാട്ടിലൊന്ന് കയറിയാലോ? ഷായിച്ചായം കയറ്റി. അവൾ കാപ്പിയൊക്കെ കുടിച്ചു, പിള്ളേരെയൊക്കെ ലാളിച്ചു. പോരാൻ നേരം ഈ അമ്മ സിറ്റൗട്ടിലെ കസേരയിൽ ഇരിപ്പുണ്ട്. അമ്മ പോരുന്നോ അമ്മേ? ഈ തള്ള ചാടി കയറി കാറായിരുന്നു. സത്യം പറഞ്ഞാല് അതെൻ്റെ കുറ്റമല്ല. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അവർ ചാടി കയറി കാറയിലിരുന്നു. എന്നിട്ട് മൂത്ത മരുമകളോട് പറഞ്ഞേടി 2-3 ജോഡി ഡ്രസ്സ് എടുത്താ കാറിൻ്റെ പുറകിലോട്ട് വെച്ചേക്കാൻ. അവരെത്രയോ കൊതിച്ച് ആഗ്രഹിച്ച് കൊച്ചുമോൻ്റെ വീട്ടിലൊന്ന് അന്തി ഉറങ്ങാനിരുന്നതാ, മനസ്സിലായില്ലേ? അപ്പൊ ഒരു അവസരം കിട്ടിയ സ്ഥിതിക്ക് അവര് ചാടി കയറിയതാ. ഇവൻ രാത്രി എന്നെ വിളിച്ചിട്ട് പറയാ നന്ദിയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ചക്ക ഇട്ടപ്പം മൊയിൽ ചത്തുപോയതാ. എനിവേ, ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവണം. എത്രയോ കുടുംബങ്ങളാണെന്നറിയാവോ ഇങ്ങനെ വിഷമിക്കുന്നത്, വേദനിക്കുന്നത്. അപ്പൊ എല്ലാ വിഷയത്തിനും ജയിക്കണം അല്ലേ? ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. 1 പാരമ്പര്യം, 2 സാഹചര്യം, 3 മാതൃകകൾ. പാരമ്പര്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൈകളിലൂടെ മക്കളിൽ വന്നുപെടുന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാര വിചാരങ്ങൾ പോലും ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം കാമമാണെങ്കിൽ ആ കുഞ്ഞ് ധാർമ്മികമായി അധപ്പതിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം വിദ്വേഷമോ വെറുപ്പോ ആണെങ്കിൽ ആ കുഞ്ഞ് ഒരു കുറ്റവാളിയോ ദുർമാർഗിയോ ആവാനുള്ള സാധ്യതകളേറെയാണത്രേ. പിടികിട്ടുന്നുണ്ടോ? കള്ളടിച്ച് വെളിവില്ലാതെ വീട്ടിൽ വരുന്ന ഒരു മനുഷ്യൻ,
അങ്ങനെ ഒരു മനുഷ്യനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മളിൽ എത്ര പേരെ കൊണ്ടാ പറ്റുക? സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ എത്ര നേരമായി നീ നോക്കിയിരിക്കുന്നു, നല്ല മണമാണല്ലോ, നീ ഏത് ബാറിലാന്നേ കയറിയത്, നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഒന്നാതെ വായിന്ന് വരുന്ന കുമ്മാന്നുള്ള മണൻ, രണ്ടാതെ കൊഴ ആട്ടവും സംസാരവും. നമ്മളുണ്ടാവുന്ന വികാരം വെറുപ്പാണ്. വെറുപ്പിന്റെ മൂർധന്യത്തിൽ നമ്മൾ പറയും കാല. പിന്നെ ഈ തൃശ്ശൂർ എന്ന് പറയാറില്ലേ കാലമാടന്ന്, പണ്ടാരക്കാലൻ. പിന്നെ എനിക്ക് ഈയിടെ ഈ തൃശ്ശൂർ അടുത്ത് സ്ഥലം ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇനി നാളെ രാവിലെ പോയി അങ്ങോട്ട് പോയതിനടുത്ത് അവരെന്നോട് പറഞ്ഞു മുതുകാലൻ എന്ന് വിളിക്കുമെന്ന്. അവര് അന്നാ ഞാൻ അറിഞ്ഞ തൃശ്ശൂർ സൈഡിൽ മുതുകാലൻ എന്ന് വിളിക്കുമെന്ന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കുഴപ്പമില്ല, നല്ല ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതെ, കാലൻ, കാലമാടൻ, പണ്ടാരക്കാലൻ, പതിവുപടി വന്നിരിക്കുന്നു. മനസ്സിൽ വെറുപ്പും പെറമയും അഭിനയവുമായി ഭർത്താവിന്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ. അവർക്കുണ്ടാവുന്ന കുട്ടി പ്രശ്നകാരിയായിരിക്കും. പിള്ളേരുടെ പ്രശ്നമല്ല. മാതാപിതാക്കൾക്കില്ലാത്ത യാതൊരു പ്രശ്നവും മക്കൾക്ക് ഉണ്ടാവുമെന്ന് കരുതരുതേ. മുടക്കുമുതലനുസരിച്ച് ലാഭം പ്രതീക്ഷിക്കാവൂ, കൊള്ള ലാഭം പ്രതീക്ഷിക്കരുത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നുണ്ട്. ഞാൻ ജനിച്ചത് എൻ്റെ മാതാപിതാക്കളുടെ വളരെയേറെ നാളത്തെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഫലമായിട്ടാണ്. തുടർന്ന് വീണ്ടും അദ്ദേഹം എഴുതുന്നു, ഞാൻ പിറന്നു വീണത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. ജന്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കൊച്ച് ജനിക്കുമ്പോൾ 23 ക്രോമസോമുകൾ അച്ഛൻ്റെതും 23 അമ്മയുടേതുവാ. മുടക്കുമുതൽ രണ്ടുപേർക്കും തുല്യമാണ്, ഈക്വലാണ്. അച്ഛനും മുടക്കി 23, അമ്മയും മുടക്കി 23. പക്ഷെ കൊച്ചു മിടുക്കനാണെങ്കിൽ അച്ഛൻ എന്താ പറയുക? അവൻ അഞ്ചും വേണ്ട എന്ന് പറയും. മോശമാണെങ്കിലോ തള്ളെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അല്ലേ? ഇനിയും പറയണേ, ഇവിടുന്ന് തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ പൊന്നു മനുഷ്യൻ, എനിക്ക് വിവരക്കേട് കൊണ്ട് ഞാനതങ്ങ് സമ്മതിച്ചതാ. ഇനിയും ഞാൻ സമ്മതിക്കത്തില്ല. 23 നിങ്ങളുടെ, 23 എൻ്റെ. അതിൽ ഒരു ക്രോമസോം എന്ന് പറയുന്നത് 10,000 ജീനാണ്. 46 ക്രോമസോമുകളിൽ 46 ക്രോമസോമുകൾ ഒരുമിച്ച് വരുമ്പോൾ 5.5 ലക്ഷം ജീനുകൾ വരുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നില്ല. 3 ലക്ഷം ജീനുകളാണ് ഉപയോഗിക്കപ്പെടുക. ഒരു മനുഷ്യനെന്ന് പറയുന്നത് 46 ക്രോമസോംസ്, 3 lakhs ജീൻസ് ആൻഡ് 3% കെമിക്കൽസ്. ഇതാണ് മനുഷ്യൻ. 46 ക്രോമസോംസ്, 3 lakhs ജീൻസ് ആൻഡ് 3% കെമിക്കൽ. ഈ 3 lakhs ജീൻസ് എന്ന് പറയുന്നത് അപ്പൻ്റെ അമ്മയുടെയും മാത്രമല്ല, അത് വല്യപ്പച്ചൻ്റെയോ വല്യമ്മച്ചിയുടെയോ കാർന്നോന്മാരുടെയോ അമ്മായിമാരുടെയോ ആൻറ്റിമാരുടെയോ ഒക്കെ പ്രത്യേകതകൾ കുട്ടികൾക്ക് കയറി വരുന്നു. അങ്ങനെ വരുമ്പോൾ വെളുത്ത സുന്ദരിയായ അമ്മയ്ക്ക് കറുത്ത മോളുണ്ടാവാം. യാതൊരു ഭംഗിയില്ലാത്ത അമ്മയ്ക്ക് ഐശ്വര്യറായേക്കാൾ സൗന്ദര്യമുള്ള മോളുണ്ടാവാം. ബുദ്ധിമാനായ അച്ഛന് മരമണ്ടനായ മകനുണ്ടാവാം. അപ്പം ഞാൻ പറഞ്ഞത് പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പാരമ്പര്യം, അതാണ് നമ്മൾ ഈ ഓർത്തഡോക്സ് പാരമ്പര്യമൊക്കെ പിള്ളേർക്ക് പകർന്നു കൊടുക്കണമെന്ന്. പാരമ്പര്യം മാറ്റാൻ പറ്റില്ല. രണ്ടാമത്തത് എൻവയോൺമെൻ്റ് എന്ന് പറയും. ഞാൻ സൈക്കോളജി പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ആ സമയത്ത് സായിപ്പിൻ്റെ പുസ്തകങ്ങളാണ് സൈക്കോളജി മുഴുവൻ. സായിപ്പ് അതിനകത്ത് എഴുതി വെച്ച ഒരു കാര്യമുണ്ട്, നല്ല അച്ഛനും അമ്മയ്ക്കും നല്ല പിള്ളേരുണ്ടാവും. സായിപ്പ് ഒരു കാര്യം കൂടെ അതിൻ്റെ അടിയിൽ എഴുതി, പിഴച്ച തന്തയ്ക്കും തള്ളയ്ക്കും പിഴച്ച പിള്ളേരുണ്ടാവും. ഞാനിത് പഠിച്ചു, കാരണം ആ സമയത്ത് ഞാൻ 23-24 വയസ്സൊക്കെ ഉള്ള സമയം നമുക്ക് വലിയ വിവരമില്ലല്ലോ, അത് പഠിച്ചു. പക്ഷേ ഇപ്പം എനിക്ക് അത്യാവശ്യം വിവരമുണ്ടെന്ന് ഞാനങ്ങ് വിചാരിക്കുക, കാരണം ഇപ്പം എനിക്ക് 70 വയസ്സായി, അത്രയും വിവരമായി. അപ്പം ഞാൻ ഈ 45 വർഷങ്ങൾ കൗൺസിലിംഗ് നടത്തി അത് പൊട്ടത്തെറ്റാന്ന് പഠിച്ചു. നല്ല ഒന്നാം തരം അപ്പനും അമ്മയ്ക്കും പിഴച്ച പിള്ളേരെ ഞാൻ കാണുന്നു. കള്ളു കുടിക്കാത്ത അപ്പന്, ബാറിൽ നിന്ന് ഇറങ്ങാത്ത മക്കളെ ഞാൻ കാണുന്നു. യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ കുടുംബം നോക്കാത്ത അപ്പന്മാർക്ക് എല്ലാ ഉത്തരവാദിത്വങ്ങളെയും ഏറ്റെടുത്ത് രക്ഷകന്റെ കുപ്പായം അണിഞ്ഞ് കുടുംബത്തെ രക്ഷപ്പെടുത്തിയ മക്കളെയും ഞാൻ കാണുന്നുണ്ട്. എത്ര എണ്ണം വേണം ഞാൻ പറയാം. സാഹചര്യങ്ങൾ, അവര് സ്വീകരിച്ച സാഹചര്യങ്ങൾ. അതുകൊണ്ട് അമ്മമാരെ, നമുക്കതിനകത്ത് വല്ല പങ്കുണ്ടോ? ആലോചിച്ചോ കേട്ടോ, ഞാൻ അവസാനം അതിലേക്ക് വരാം. സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സാഹചര്യങ്ങൾ, കുടുംബത്തിൻ്റെ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എല്ലാം ഉണ്ട്. അതെ. ഇനി മൂന്നാമത്തത് റോൾ മോഡൽസ് എന്ന് പറയും. റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ മാതൃകകളാണ്. മാതൃകകളെന്ന് പറഞ്ഞാൽ
എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പന് ഒരു 4ാം ക്ലാസ്സിൽ ഞാൻ അത്യാവശ്യം എഴുത്തും വായനയും നേരെ ചൊവ്വേ തുടങ്ങിയപ്പോൾ മുതൽ എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കും. സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് കൊണ്ടുപോയത് എൻ്റെ അപ്പനാണ്. അവിടെ ഞാൻ മത്സരിച്ച് കരഞ്ഞുകൊണ്ട് സമ്മാനം കിട്ടാതെ വന്നാൽ അപ്പൻ്റെ പോക്കറ്റിലെ പൈസ എടുത്ത് എനിക്ക് സമ്മാനം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. കോളേജിൽ ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു, എഡിറ്ററായിരുന്നു. എല്ലാ വർഷവും എന്തെങ്കിലും ഒരു നിലയിൽ ഞാൻ ഇലക്ഷൻ നിൽക്കും, മത്സരിക്കും. എനിക്കറിയാം എൻ്റെ ഇലക്ഷൻ ടൈമിൽ എൻ്റെ കോളേജിൻ്റെ മതിലുകൾ മുഴുവൻ നോട്ടീസ് ഒട്ടിച്ചത്, പോസ്റ്റർ ഒട്ടിച്ചത് എൻ്റെ അപ്പനാണ്. രാത്രി മുഴുവൻ പോയി എനിക്കായിട്ട് പോസ്റ്റർ ഒട്ടിച്ച ഒരു അപ്പനുണ്ടായിരുന്നു എനിക്ക്. ആ മനുഷ്യൻ്റെ മകളായി ജനിച്ചതാണ് എൻ്റെ ഭാഗ്യം. ഞാനിവിടെ നിൽക്കുന്നത് സത്യമായിട്ട്. ആ മനുഷ്യൻ്റെ മകളല്ലായിരുന്നുവെങ്കിൽ ഈ മൈക്രോഫോൺ എൻ്റെ കയ്യിൽ വരില്ല. എന്നെ പരിശീലിപ്പിച്ചെടുത്തതാണ്, എന്നെ ഇങ്ങനെ നല്ല ശിക്ഷണം തന്നെടുത്തതാണ്. അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ലെന്നില്ല. അത് പള്ളി പോകാത്തതിനും പള്ളിയിൽ സമയത്തിന് പോകാത്തതിനോ എഴുന്നേക്കാത്തതിനോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ചരലെ മുട്ടുകുത്തി നിർത്തി 1 മുതൽ 100 വരെ എണ്ണിക്കുക, 10 സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിക്കുക, അതൊക്കെയായിരുന്നു പുള്ളിയുടെ ശിക്ഷ. അത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ശിക്ഷണവും ശിക്ഷയും ആ ട്രെയിനിങ്ങുമാണ് എന്നെ ഞാനാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൊച്ചുമക്കൾ എൻ്റെ റൂം നിറയെ എഴുതി വെച്ചിട്ടുണ്ട്, യു ആർ ദ ബെസ്റ്റ് ഗ്രാൻഡ്മ ഇൻ ദ വേൾഡ്. അത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. അവർക്ക് കേൾക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കഥകൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. വായിക്കുന്നത് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പുസ്തകങ്ങളെ പഠിപ്പിച്ചു, കഥകൾ പറഞ്ഞു കൊടുത്തു. അവരെ ഞാൻ എഴുതാൻ, പ്രസംഗിക്കാൻ എല്ലാം ഞാൻ പരിശീലിപ്പിക്കുന്നുണ്ട്. അതിൽ 2 പെൺകുട്ടികൾ, അവർ ജം ഓഫ് ദ സ്കൂളാണ്. എനിക്കറിയാം ഞാൻ കൊടുക്കുന്ന പരിശീലനം എനിക്ക് കിട്ടിയത് ആർക്കെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കുന്നതാണ്. ഞാൻ അമ്മമാരോട് പറയുന്നത്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോഴ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോൾ മോഡലാണോ? ആലോചിക്കണം. ഒരു വല്യമ്മയെന്നോ അമ്മയെന്നോ നിലയിൽ എൻ്റെ മക്കൾക്ക് എന്നെ കണ്ടുപഠിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? സാധിക്കുന്നുണ്ടോ? ആലോചിക്കണം. അപ്പം നമ്മുടെ ജീവിതം ഈ എന്താ പറയുക, ഈ ഒരു ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ അവശേഷിപ്പിച്ചിട്ട് പോകുന്ന തലമുറകളെ അവശേഷിപ്പിച്ചിട്ട് പോകുന്ന പണിയിലാണ് നമ്മൾ. അതിൽ നമ്മൾ വിജയിക്കുന്നത് റോൾ മോഡൽസ് ആകുമ്പോഴാണ്. അപ്പം 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1 പാരമ്പര്യം, 2 സാഹചര്യം, 3 റോൾ മോഡൽസ്. പക്ഷേ ഇന്ന് നിങ്ങൾക്കറിയാം, കുടുംബങ്ങളിലെ ബന്ധങ്ങൾ വളരെയേറെ വികലമാക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ. കൊച്ചു കേരളത്തിലെ കാര്യമുള്ളൂ, അഹമ്മദാബാദിലെ എനിക്കറിയില്ല. കേരളത്തിൽ 612 വൃദ്ധമന്ദിരങ്ങളുണ്ട്. 612 വൃദ്ധമന്ദിരങ്ങളിലും അന്തേവാസികളുണ്ട്. കൂടുതൽ സ്ത്രീകളാണ്. ഇത് രജിസ്റ്റർ ചെയ്ത വൃദ്ധമന്ദിരങ്ങളാണ്, രജിസ്റ്റർ ചെയ്യാത്തത് വേറെയുണ്ട്. ഇത് രജിസ്റ്റർ ചെയ്ത വൃദ്ധമന്ദിരങ്ങളാണ് 612 വൃദ്ധമന്ദിരങ്ങൾ. കഴിഞ്ഞ വർഷം എനിക്ക് വൃദ്ധദിനത്തോടനുബന്ധിച്ച് ഒരു വൃദ്ധമന്ദിരത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഡയറക്ടർ എൻ്റെ കൂടെ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ച ഒരു കന്യാസ്ത്രീയാണ്. അവരെന്നെ വിളിച്ചത്, ഒരു ഫുൾ ഡേ ഞാൻ ആ വൃദ്ധമന്ദിരത്തിൽ സ്പെൻഡ് ചെയ്യണം. രാവിലെ അമ്മച്ചിമാർക്ക് മത്സരങ്ങളാണ്. മത്സരങ്ങൾ എന്താ, കസേരകളി അല്ലെങ്കിൽ പാട്ട്, അങ്ങനത്തെ മത്സരം, മുട്ടായി പെറുക്ക്, അങ്ങനത്തെ ഒക്കെ മത്സരങ്ങളാണ്. പ്രായമുള്ള അമ്മച്ചിമാർ 36 പേരുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊപ്പം അവരെ ഇങ്ങനെ ചിരിപ്പിച്ച് കളിപ്പിച്ച് മത്സരത്തിൻ്റെ കൂടെ കൈയൊക്കെ കൊട്ടി നിന്ന് കൊടുത്തു. ഉച്ചയ്ക്ക് ഇലയിൽ വെജിറ്റേറിയൻ സദ്യ ഉണ്ടായിരുന്നു. ഈ അമ്മച്ചിമാരുടെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഒരമ്മച്ചിയുടെ അടുത്തിരിക്കുക. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എങ്ങനാ ഇവിടെ വന്ന് പറ്റിയത്? അപ്പം എന്നോട് പറഞ്ഞു, അത് ഞാൻ ചത്തപ്പം അവന്മാർ കൊണ്ടാക്കിയതാ. ഏതവന്മാര്? എൻ്റെ മക്കള്. അല്ലാണ്ട് ആരാടി? എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ഓ, 8 എണ്ണം ഉണ്ടായിട്ട് ഒരെണ്ണം പോലും അമ്മച്ചിയെ നോക്കുന്നില്ലെങ്കിൽ അമ്മച്ചിയുടെ കയ്യിലിരിപ്പ് മോശം അല്ലേ? ഒരെണ്ണമെങ്കിലും നോക്കത്തില്ലേ?
ഞാൻ അങ്ങനെ ഓർത്തതേ ഉള്ളൂ, പറഞ്ഞില്ല. മനസ്സിൽ ഓർക്കുന്ന ഇതൊക്കെ. കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണെന്ന് പറയണമെന്ന് തോന്നിയെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, മക്കളൊക്കെ എവിടാ? എൻ്റെ മക്കളൊന്നും സാധാരണക്കാരല്ല മോളെ, വലിയ പുള്ളികളാ. ഞാൻ ചോദിച്ചു, വലിയ പുള്ളികളെന്ന് വെച്ചാൽ ഡോക്ടറും എൻജിനീയറും ചാർട്ടേഡ് അക്കൗണ്ടൻസും ഒക്കെയാ. അവരൊക്കെ എവിടാ? ഹൂസ്റ്റൺ, കാലിഫോർണിയ, ന്യൂയോർക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി അമേരിക്കയില്. എല്ലാരും അമേരിക്കയിലാണോ? അല്ല മോളെ, സിഡ്നി. അത് ഓസ്ട്രേലിയയില്ല. അയർലൻഡിലുണ്ടോ? ഉണ്ട്, ഡബ്ലിനില്. അത് ഒരുത്തൻ അവിടെ. പിന്നെ UAE വല്ലതും ഉണ്ടോ? ഇളയ മോള് ബീന. ഇളയ മോള് ബീന എവിടാന്നറിയാവോ? ഇവിടെ ദുബായില്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് എന്നത്തിന്റെ കുഴപ്പമാണ്? മക്കൾ അയർലൻഡ്, സിഡ്നി, ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ അല്ലേ. ഞാൻ ചോദിച്ചു, വരാറുണ്ടോ? വരും. ആണ്ടിലൊരെണ്ണം കുടുംബസമേതം വരും. നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി ഈ വൃദ്ധമന്ദിരത്തിൽ, ഈ ഓൾഡ് ഏജ് ഹോമിൽ വന്ന് എന്നെ കയറ്റി വീട്ടിലേക്ക് പോകും. കോട്ടയത്തിനടുത്ത് പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്. അവിടെ ഒരു 50 സെൻറ്റ് സ്ഥലവും പഴയ ഒരു തറവാടും ഉണ്ട്. അത് വൃത്തിയാക്കാൻ ഒരാളുണ്ട്, ഒരു കെയർ ടേക്കർ ഉണ്ട്. അവരുടെ ഒപ്പം ഞാൻ അവിടെ ചെന്ന് അവരുടെ അവധി തീരുന്നിട വരെ അവരുടെ കൂടെ നിൽക്കും. അവധി തീർന്ന് തിരിച്ചു പോകുമ്പോൾ അവര് വീണ്ടും എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോകും. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ ഉള്ളില് സന്തോഷമുണ്ടോ? ഏതൊരമ്മയ്ക്കാ മോളെ ഈ അവസ്ഥയിൽ സന്തോഷിക്കാൻ പറ്റുക? ഞാൻ പലപ്പോഴും ഓർത്തു പോയിട്ടുണ്ട് മോളെ, ഞാൻ പ്രസവിച്ചതിൽ ഒരെണ്ണമെങ്കിലും ബുദ്ധിയില്ലാത്തവനായിരുന്നുവെങ്കിൽ, ഞാൻ പ്രസവിച്ചതിൽ ഒരെണ്ണമെങ്കിലും വൈകല്യങ്ങളുള്ളവനായിരുന്നുവെങ്കിൽ എനിക്കിന്ന് അവൻ്റെ കൂടെ കഴിയാമായിരുന്നു. 8 കേമന്മാരെ പ്രസവിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിന്നെ കല്യാണം കഴിച്ചതല്ലേ? അതെ. നിനക്ക് പിള്ളേരുണ്ടോ? ഉണ്ട്. ആണോ പെണ്ണോ? ഞാൻ പറഞ്ഞു, എനിക്ക് ആൺപിള്ളേരേ ഉള്ളൂ. എങ്കിൽ എൻ്റെ മോൾ ഒരു കാര്യം ചെയ്യും, നേരത്തെ ഇവിടെ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. നല്ല സ്ഥലാണ്, നീ ഇവിടെ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തോ ഈ അമ്മച്ചിയോടൊരു പ്രേമം. നമുക്ക് അങ്ങനെയാണല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്നോടൊരു ചെറിയ പ്രേമം തുടങ്ങിയില്ലേ? അതുപോലെ എനിക്കും ആ അമ്മച്ചിയോട് ഒരു പ്രേമം. എന്തായാലും കൊള്ളാം. ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഞാൻ അമ്മച്ചിയോട് എഴുന്നേറ്റ് അമ്മച്ചിയുടെ റൂമിലേക്ക് പോയി. അമ്മച്ചിയുടെ റൂമില് ഞാൻ നോക്കുമ്പം ടീപ്പോയില് ഇംഗ്ലീഷ് പത്രങ്ങൾ, ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ പത്രങ്ങൾ, ഷെൽഫിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ. ഞാൻ ഇതൊക്കെ നോക്കിയിട്ട് ചോദിച്ചു, സാധാരണക്കാരിയല്ല അല്ലേ? നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചത്? ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് എന്നോട് ചോദിക്കുക, ഞാൻ ആരോന്നാ നീ വിചാരിച്ചത്? നിനക്കറിയാവോ, ഞാൻ പഴയ MSc B.Ed കെമിസ്ട്രി അറിയാവോ നിനക്ക്? ഞാൻ പഠിപ്പിച്ചോണ്ടിരുന്ന. ഈ കെട്ടിയോനെ സെൻട്രൽ ഗവൺമെന്റ് മനുഷ്യനായിരുന്നു. അയാൾ ഇങ്ങനെ ട്രാൻസ്ഫറായി പോകുമ്പോൾ പിള്ളേരെയും പൊതിഞ്ഞു കെട്ടി കൂടും കുടുക്കിയായിട്ട് ഞാനിങ്ങനെ നടക്കേണ്ടി വന്നപ്പോൾ ഞാൻ എൻ്റെ പണി കളഞ്ഞു. പിന്നെ പിള്ളേരെ 8 ഇല്ലടി വളർത്തി പരുവത്തിലാക്കി എല്ലാത്തിനെയും മിടുക്കരാക്കിയില്ലേ? അതുകൊണ്ട് ജോലി പോയതാ. പക്ഷെ ഞാൻ വായിക്കും, ഇപ്പോഴും ഞാൻ വായിക്കും. അമ്മച്ചിയുടെ പുസ്തക ശേഖരത്തിൽ നിന്ന് തപ്പിയെടുത്ത് 2 പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് സ്വന്തം കൈപ്പടയിൽ എനിക്ക് ബെസ്റ്റ് വിഷസ് ഒക്കെ എഴുതി ഒപ്പൊക്കെ ഇട്ടിട്ട് പറഞ്ഞു, ഈ പുസ്തകം എൻ്റെ മോക്കിരിക്കട്ടെ, നീ കൊണ്ടുപോക്കൂ, നിനക്കത് വായിക്കാൻ പഴയ പുസ്തകങ്ങൾ അതിപ്പോ കിട്ടാനില്ല. അങ്ങനെ ആ പുസ്തകങ്ങളൊക്കെ ആക്കി ഞാൻ പോരാൻ നേരം അമ്മച്ചിയോട് പറഞ്ഞു, നമുക്ക് വീണ്ടും കാണണം, വീണ്ടും ഞാൻ വരാം. മോളെ നീ കള്ളം പറയരുത്, ഈ പടി കടന്നവരൊന്നും പിന്നെ വരാറില്ല. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഗസ്റ്റായിട്ട് ആരെങ്കിലൊക്കെ വരും, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല അമ്മച്ചി, ഞാൻ വിളിക്കാം, അമ്മച്ചിയെ ഞാൻ വിളിക്കാം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നു. ആ അമ്മച്ചിയുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ. ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കും. ചിലപ്പോൾ ഞാൻ വിളിക്കാൻ വിട്ടുപോയെങ്കിൽ സിസ്റ്റർ എന്നെ വിളിച്ച് ഓർപ്പിക്കും, ഇന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ന് ഗ്രേസിൻ്റെ ഫോൺ വരുമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്, നീ മറക്കല്ല് കേട്ടോ, എപ്പോഴെങ്കിലും നീ ഒരു വാക്കൊന്നും പറഞ്ഞേക്കണേ. അങ്ങനെ ഞാൻ വിളിക്കുമായിരുന്നു. ഞാനൊരു ദിവസം അമ്മച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മച്ചി, പാമ്പാടിയിലെ ആ വീടും ആ 50 സെൻറ്റ് സ്ഥലവും എൻ്റെ പേരിൽ എഴുതി തരാമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് പൊന്നുപോലെ നോക്കാം. പോടി അവിടുന്ന്. അത് ഇളയ മോൻ ബാലുവിന്. തള്ള പറയുക, അത് ഇളയ മോൻ ഞാൻ പറഞ്ഞു, തള്ള അവിടെ നിൽക്കത്തേ ഉള്ളെന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞാന്ന്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, കഴുത്തിൽ ഒരു തടിമാട മാലയും
കയ്യിലൊരു 5-6 വളയും കണ്ടോന്ന് എനിക്കൊരു സംശയം. അമ്പടി കള്ളിപ്പെണ്ണ്, നീ ഇതെല്ലാം കണ്ടോ? ഞാൻ കണ്ടു. പെണ്ണുങ്ങളല്ലേ, അതൊക്കെയല്ലേ ആദ്യം നോക്കുന്നത്, അതൊക്കെ കണ്ടു. ഇത്ര ഉള്ളോ? അല്ല, ലോക്കറി വേറെയുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ലോക്കറിലേ വേണ്ട, കഴുത്തേലും കയ്യ കിടക്കുന്നതും എനിക്ക് തരാമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടവച്ച് പൊന്നുപോലെ നോക്കാം. പൊടി അവിടുന്ന്. അത് ഇളയ മോള് ബീനയ്ക്ക് എന്നോട് പറയുക, ദുബായ്ക്കാരത്തിക്കാന്ന് ഇത്. അവക്ക് 3 പെൺപിള്ളാരാ, എന്നേലും കൊടുക്കണ്ടേ, നീ തള്ള പറയുക. ഞാൻ പറഞ്ഞു ചുമ്മാ അല്ല തള്ള അവിടെ നിൽക്കുന്നത്, അവിടെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തമാശയൊക്കെ പറഞ്ഞു. ഈ അടുത്ത നാളിലൊരു ദിവസം അമ്മച്ചിക്ക് അസുഖം കൂടി. അമ്മച്ചിയെ കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. അമ്മച്ചി സിസ്റ്ററോട് പറഞ്ഞു, എനിക്ക് അവളെ ഒന്ന് കാണണമല്ലോ. സിസ്റ്റർ എന്നെ വിളിച്ചു, അമ്മച്ചിക്ക് നിന്നൊന്ന് കാണണമെന്ന് പറയുന്നു. അമ്മച്ചിക്ക് ഇച്ചിരി സീരിയസാ, നിനക്ക് വരാൻ പറ്റുമായിരിക്കോ? ഞാൻ വരാം. ഞാൻ ചോദിച്ചു സിസ്റ്ററിനോട്, അതെ, മുദ്രപത്രം കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടാവുമോ? മക്കളുടെ കാര്യം പറഞ്ഞിട്ട് നിന്റെ പറയാമെന്നൊന്നും എന്നോട് പറയരുത്. അതുകൊണ്ട് വേറെ പണിയൊന്നും പറയരുത് എന്നെല്ലാം പറഞ്ഞു. ഞാൻ കുറെ നേരം വെച്ച് സന്തോഷിപ്പിച്ചു. അവിടുന്ന് പോന്നു. 3-4 ദിവസം കഴിഞ്ഞ് അമ്മച്ചി മരിച്ചു. സിസ്റ്റർ എന്നെ വിളിച്ചു, മക്കളൊക്കെ അമേരിക്കയിലും അയർലൻഡിലും ഒക്കെ എല്ലാവരും കൂടെ വരാൻ വേണ്ടി. 5 ദിവസം കഴിഞ്ഞേ ഉള്ളൂ ഫ്യൂണറൽ. എല്ലാവരും വരണം. നീ വരുവോ? ഉറപ്പായിട്ടും ഞാൻ വരും. ഞാൻ കോട്ടയത്ത് വന്ന ഒരു പൂക്കടയിൽ, തിരുനക്കര മൈതാനത്തിന്റെ അവിടെ ഒരു വലിയ പൂക്കടയുണ്ട്. ആ പൂക്കടക്കാരനോട് പറഞ്ഞു, ഇയാൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ഏറ്റവും വലിയ പൂച്ചുണ്ട്, വെള്ളപ്പൂക്കൾ വെച്ച് എനിക്ക് വേണം. പൈസ എനിക്ക് പ്രശ്നമല്ല, എത്ര രൂപയായാലും കുഴപ്പമില്ല, മനോഹരമായിരിക്കണം. അയാൾ എന്നെ ഒന്ന് നോക്കി, അഹങ്കാരം പിടിച്ച തള്ള എവിടുന്നാ വരുന്നതെന്ന് അയാളുടെ നോട്ടത്തിൽ. നമ്മൾ സൈക്കോളജി ആണല്ലോ, സൈക്കോളജി അല്ലേ പഠിച്ചിരിക്കുന്നത്, അയാളുടെ നോട്ടത്തിലുണ്ടത്. അഹങ്കാരം പിടിച്ച തള്ള എവിടുന്നാ വരുന്നത്, എനിക്കെന്നാ ചെയ്താ, അയാൾ എന്നാ വിചാരിച്ചാ എനിക്കെന്നാ. ഞാൻ എന്തായാലും ആളോട് ഒരു വലിയ പൂച്ചണ്ടൊക്കെ വാങ്ങി ഞാൻ പോയി. ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ പൊന്നെ, ഇത്രയും മനോഹരമായ പന്തൽ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കല്യാണത്തിന് പോലും ഇത്ര മനോഹരമായ പന്തൽ കണ്ടിട്ടില്ല. എല്ലായിടത്തും കസേരകൾ നല്ല ഭംഗിയായി അടുക്കിയിട്ടിരിക്കുന്നു. കുടിവെള്ളം എല്ലായിടത്തും കുപ്പിക്കകത്ത് ക്രമീകരിച്ച് ആവശ്യമുള്ളവർക്ക് എടുത്തോണ്ട് കുടിച്ചോണ്ടങ്ങ് പോയാൽ മതി. എല്ലാം വളരെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. വീണ്ടും കയറി ചെല്ലുമ്പോൾ ആ പന്തലില് ഓർക്കിഡ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു ശവമഞ്ചത്തിന്റെ നടുവിലാണ് എൻ്റെ അമ്മച്ചി കിടക്കുന്നത്. ഞാൻ എൻ്റെ പൂവെന്ന് നോക്കി, എന്നാ പൂ ഇത്, വെക്കണോ വെക്കാതിരി, പിന്നെ മേടിച്ചോണ്ട് പോയല്ലേ, വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വെച്ചേച്ച് അമ്മച്ചി ഒന്ന് നോക്കി, ദൈവമേ, ആ അമ്മച്ചി തന്നെയാണോ ഈ അമ്മച്ചി എന്ന് എനിക്ക് സംശയം. ഞാൻ പ്രാർത്ഥിച്ചു, മരിച്ച ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ നമ്മള്. അറിയാവുന്ന പ്രാർത്ഥനയെല്ലാം ചെയ്തേച്ച് മാറി നിന്ന് സിസ്റ്ററിനോട് ചോദിച്ചു, എനിക്ക് ആള് മാറിയിട്ടില്ലല്ലോ അല്ലേ, ആ അമ്മച്ചി തന്നെയാണല്ലോ, നിനക്ക് എന്നാ പറ്റി? അല്ല, ഒരു സംശയം, ഇത്ര സുന്ദരിയല്ലായിരുന്നല്ലോ അവര്. എടി, ഈ കാണുന്നതെല്ലാം ഈവന്റ് മാനേജ്മെന്റുകാർ ചെയ്തതാ. ഞാൻ ചോദിച്ചെന്നാക്കെ, അമേരിക്കയിൽ ഇരുന്ന് മരിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ ഈവന്റ് മാനേജ്മെന്റുകാരെ ഓൺലൈനിൽ പന്തലിടാൻ, വെള്ളം വെക്കാൻ, കസേര വെക്കാൻ, അമ്മച്ചിയെ ഒരുക്കാൻ, ബ്യൂട്ടീഷ്യനെ വരെ ഈവന്റ് മാനേജ്മെന്റുകാർ ഇടപാട് ചെയ്യും. അത് ആദ്യമായിട്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞത്. അമ്മച്ചിയെ ഒരു ബ്യൂട്ടീഷ്യൻ ഒരുക്കി കിടത്തിയിരിക്കുക. നല്ല രസമാണ് കാണാൻ.
ഇച്ചിരി റൂഷൊക്കെ അടിച്ച് ലിപ്സ്റ്റിക് ഇല്ല, അതാണ്ട് ഒരു ലിപ് ഗ്ലോസ് ഏതാണ്ടൊക്കെ ഇട്ട് മുടിയൊക്കെ നല്ല സ്റ്റൈലായിരുന്നു കാണാൻ. ഞാൻ സിസ്റ്ററിനോട് പതുക്കെ പറഞ്ഞു, എനിക്ക് ആ ബ്യൂട്ടീഷ്യൻ്റെ നമ്പർ ഒന്ന് വേണമായിരുന്നു. അപ്പൊ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ ഫോണിലുണ്ട്, തരാം, നിനക്ക് ഞാൻ പിന്നെ അയച്ചേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയക്കണേ, മറക്കല്ലേ. സിസ്റ്റർ അയച്ചു തന്നു കേട്ടോ. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ 2 മരുമക്കളെ എൻ്റെ ഇടത്തും വലത്തും പിടിച്ചിരുത്തി, മക്കളെ അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. അവര് ചോദിച്ചു, അമ്മയ്ക്ക് എന്നാ പറ്റി? അമ്മയ്ക്കൊന്നും പറ്റിയില്ല, പക്ഷെ പറ്റും മക്കളെ. അമ്മയ്ക്ക് എന്നാ പറ്റി? അമ്മ മരിക്കും. എപ്പം? 2 പേരുടെ സന്തോഷത്തോടെ ചോദിക്കാം. ഞാൻ പറഞ്ഞു, മക്കളെ എപ്പോഴാന്നറിയത്തില്ല, ഏതായാലും മരിക്കും. മക്കളൊരു ഉപകാരം ചെയ്യണം, അമ്മേനെ മണ കൊണാന്നൊന്നും കൊണ്ട് അടക്കരുത്. നല്ല നീറ്റായിട്ട് ഈ ബ്യൂട്ടീഷ്യന്റെ നമ്പർ ഞാൻ തരാം, അതിനെ കൊണ്ട് വിളിച്ച് ഒരുക്കി വേണം എന്നെ യാത്രയാക്കാൻ. അവർ സമ്മതിച്ചു. അവരെന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അവരേറ്റ നമ്പർ അവരുടെ ഫോണിൽ കിടപ്പുണ്ട്, കൊടുത്തിരിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെന്നോട് ചോദിക്കുക, സമയമായോ? ഇവിടെ ആർക്കാരോടാ ഇഷ്ടം? എനിക്കറിയില്ല. ഇതെല്ലാം പ്രഹസനങ്ങളാ ഞാൻ കാണുന്നത്. ഞാനൊരു സത്യം പറയുകയാണ്, ഇത് റെക്കോർഡ് ചെയ്ത് പുറത്തു പോയാൽ കുഴപ്പമാണ്. കാരണം എൻ്റെ അടുത്ത് വരുന്ന കേസുകൾ പുറത്ത് പറയാൻ പാടില്ല. ഈയിടെ ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫീസിൽ, എൻ്റെ ക്ലിനിക്ക് കോട്ടയത്തെ ടൗണിൽ, ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയാന്ന് ഞാൻ ഇച്ചിരി വൈകുന്നേരമായി, 8-8:30 താമസിച്ചു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ ഒരു പെൺകുട്ടി, ഒരു ബ്യൂട്ടീഷ്യനാണ്, അവള് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി ഒന്ന് പുറകോട്ടെടുക്ക്, ഇന്ന ആളാണ് അവിടെ നിൽക്കുന്നത്. ആ കുട്ടി നമ്മൾ പോകുന്ന വഴിയിൽ ഉള്ള ഒരു വീട്ടിലെ കുട്ടി, അവൾ പോകാൻ നിൽക്കുക, ഇത്ര രാത്രിയായി, അതുകൊണ്ട് നമുക്ക് അവളെ കൂടെ പിക്ക് ചെയ്ത് അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അന്നേരം അവൻ പറഞ്ഞു, കാറ് പുറകോട്ട് വിട്, ആൻറ്റി ചോദിക്കും അങ്ങോട്ട് വരാനാണോ? ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചോളാം. അങ്ങനെ ഞാൻ കാറ് പുറകോട്ടെടുത്ത് ഇവളോട് ചോദിച്ചു, മോള് പോകാൻ നിൽക്കുകയാണോ? അതെ ആൻറ്റി. എന്നാൽ കയറിക്കോ. അന്നേരം അവൾ എന്നോട്, ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളൂ, ഗ്രേസ് ആൻറ്റി എന്നെ കണ്ടിരുന്ന കേറ്റീനെ. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ക്ലിക്ക് ചെയ്ത്, നീ അങ്ങോട്ട് പോരാനാണല്ലോ എന്ന്. അതാ ഞാൻ കാറ് പുറകോട്ടെടുത്ത് വന്നത്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, മോളെന്നാ ഇന്ന് താമസിച്ചത്? ആൻറ്റി, ഇന്ന് എനിക്ക് ഇച്ചിരി വർക്കുണ്ടായിരുന്നു. അന്നേരം അതൊരു നോയമ്പിൻ്റെ സമയമായിരുന്നു, ഈ സെപ്റ്റംബർ ആയിട്ട് നോയമ്പിൻ്റെ സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം കല്യാണമൊന്നും ഇല്ലല്ലോ, നോയമ്പല്ലേ. അന്നേരം എന്നോട്, കല്യാണം അല്ല ആൻറ്റി, ആൻറ്റി അറിയുന്ന ഒരാളാണ്, 2-3 പേരായിരുന്നു ഇപ്പം ഫേഷ്യൽ ചെയ്യാനും ഡൈ ചെയ്യാനൊക്കെ ആയിട്ട് വന്നതാ. ഞാൻ ചോദിച്ചു, അതെന്താ? അതെ, അവരുടെ അമ്മായിയപ്പം മരിക്കാറായി, ഇവിടെ ICUവിലാണ്. അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ സെൻ്റർ എന്നും പറഞ്ഞ്, മെഡിക്കൽ സെൻ്ററിൻ്റെ ICUവിൽ അവരുടെ അമ്മായിയച്ഛൻ മരിക്കാറായി കിടക്കുക. അപ്പോൾ ഇന്നോ നാളെയോ അല്ലെ 2 ദിവസത്തിനകം മരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ ഫേഷ്യൽ ചെയ്യാനും ഡൈ ചെയ്യാനും കൂടെ വന്നതാ. കാരണം അവരുടെ കൂട്ടരൊക്കെ ഒത്തിരി ദൂരെയുണ്ട്, എല്ലാം ലൈവ് പോകുമല്ലോ. അച്ഛനും ഓർത്തോണം, മരിച്ച് ലൈവ് പോകുന്നുണ്ട്, ചുമ്മാ അവിടെ ഒന്ന് പാടിയാൽ പോരാ, നല്ല നീറ്റായിട്ട് ഇത് ലൈവാണല്ലേ? അതെ. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എന്നാന്നറിയോ, ഈ പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മണ്ടയിൽ പോയിട്ട് ചവിട്ടി താഴോട്ടിടണമെന്ന് എനിക്ക് തോന്നിയതാ. ഇവിടെ ആർക്കാരോടാ ബന്ധം? നിങ്ങൾ പറ. ചുമ്മാ കാണിക്കുന്നതല്ലേ പിറമേ, ഇതെല്ലാം ഷോ കാണിക്കുകയാണ്. അതെ, അതുകൊണ്ട് ഇത്രയും ഒത്തിരി കഥകൾ എൻ്റെ കയ്യിലുണ്ട്. കഥകളൊന്നും അല്ല, ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, അമ്മയ്ക്കും മോളോടോ, മോക്ക് അമ്മയോടോ, അമ്മായിമ്മയ്ക്കും മരുമോളോടോ ഒക്കെ ഉള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണ്, വിള്ളലുകൾ മാത്രമല്ല ആത്മാർത്ഥതയില്ല. അതാണ് ഞാൻ കാണുന്നത്. എൻ്റെ അടുത്ത് വരുന്ന പ്രശ്നക്കാരായ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എന്നോട് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, കുടുംബത്ത് സന്തോഷം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? കുടുംബത്ത് സമാധാനം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അവർക്ക് സ്ഥിരം കൊടുക്കാറുള്ള ഒരു മറുപടിയുണ്ട്, കുടുംബത്ത് സന്തോഷവും സമാധാനം ഉണ്ടാവാൻ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 2 പേരും കൂടെ ഒന്ന് സ്നേഹിക്കുക. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, 2 പേരും കൂടെ ഒന്ന് സ്നേഹിച്ചാൽ മതി. പക്ഷെ ആ സ്നേഹം ഒരു ടോട്ടൽ ഗിവിങ് ആണ്. ആ സ്നേഹം ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. ദാമ്പത്യ സ്നേഹം ഒരു പരിപൂർണമായ സമർപ്പണമാണ്. അത് വ്യവസ്ഥകളില്ലാത്ത ഒരു ബന്ധമാണ്. പക്ഷെ ഇന്നത്തെ മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നത്, നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഇമോഷണൽ ഡ്രൈനസ് എന്നെയും നിങ്ങളെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. വൈകാരിക തലത്തിലുള്ള ഒരു കുറവ്. അതിൻ്റെ കാരണങ്ങൾ തേടി ചെല്ലുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ ഇന്ന് വളരെ ഉയരങ്ങളിലാണ്,
പക്ഷെ ബുദ്ധി കൂടുന്തോറും നമുക്കിത് കോടാലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ഈയിടെ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തമുണ്ട്, ബുദ്ധി കൂടുന്തോറും മനുഷ്യൻ ചിരിക്കത്തില്ല. ഇതിനകത്തും ധാരാളം ബുദ്ധിമതികളെ ഞാൻ കണ്ടു. തുടക്കം മുതൽ അച്ഛൻ ശ്രദ്ധിച്ചാൽ കാണാം, മസിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവമേ, എങ്ങനെ ഇരിക്ക, ഇപ്പോഴും എന്നെ തുറിച്ചു നോക്കുന്നുണ്ട്. എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു എനിക്കറിയില്ല. ചിലരുടെ മുഖത്ത് വെട്ടുപോത്തിന്റെ ഒരു ഭാവം, ശരിക്കും. വേറെ ചിലരുടെ മുഖത്ത് വ്യാകുല മാതാവിന്റെ അതേ രൂപം, അത് ഞാൻ കണ്ടു. അച്ഛൻ നോക്കിക്കോ, ഈശോയെ കുരിശേന്ന് ഇറക്കി മടിയിൽ കിടത്തി വേദനയോടെ നോക്കിയിരുന്ന ഒരമ്മ. ആ അമ്മയുടെ ഭാവമുണ്ട് ഇതിനകത്ത്. ചിലർക്ക് കണ്ടുപിടിച്ചോ, ആർക്കൊക്കെയാന്ന് അച്ഛൻ കണ്ടുപിടിച്ചോ. ഇനി വേറെ ചിലരുടെ മുഖത്ത് ഞാൻ ഈ നാട്ടുകാരിയേ അല്ല, ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് കുടുംബത്തിനൊരു ഭാഷയുണ്ടാവണം. കുടുംബത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാവണം. സ്നേഹത്തിൻ്റെ ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാവണം. യുക്തിബോധം കുടുംബത്തിൻ്റെ ഭാഷയല്ല. എല്ലാ യുക്തിയെയും കടത്തിവെട്ടുന്ന ഹൃദയത്തിൻ്റെ ഭാഷ ശീലിക്കണം അമ്മമാര്. വർത്താനം പറയാൻ അമ്മമാര് പഠിച്ചാൽ മതി, കുടുംബജീവിതം മനോഹരമാക്കാം. നമ്മുടെ വീട്ടിലാർക്കാ വർത്താനം പറയാൻ അറിയാമെന്ന്? പറയണ്ട, നിങ്ങൾ ആലോചിച്ചാൽ മതി. ചോറ് വിളമ്പി തട്ടി ഉരുട്ടി തിന്നേച്ച് എടുത്തോ, എന്നാ എടുത്തോളാനാ, പാത്രം എടുത്തോളാൻ. പിന്നെ വേണമെങ്കിൽ ഒരു മയക്കവും കൂടെ കഴിഞ്ഞ് ചോയ ദേണ്ടേ, ഇത്രേ ഉള്ളു വീട്ടിലെ വർത്താനം എന്ന് പറയാം. ആരോടും മിണ്ടുന്നെന്നാ പറയുന്നത് ഇവിടെ. എല്ലാരും ഒരു സമയത്ത് സീരിയലായിരുന്നു. അപ്പൊ എനിക്ക് വിഷമാണ് പിള്ളേരിയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് ഉടനെ ഇവര് ഇന്നലെയും പറഞ്ഞു, ഒരു സ്ത്രീ, ഒരു പെണ്ണ, കുഴപ്പമില്ല മാഡം, ഫോൺ കൊടുത്താൽ മതി, അവരവിടെ ഇരുന്നോളും. കുഴപ്പമില്ല മാഡം, ഫോൺ കൊടുത്താൽ മതി, അവരവിടെ ഇരുന്നോളും. ഞാൻ പറഞ്ഞു നോ, കളിപ്പാട്ടം വെച്ചിട്ടുണ്ട് ഞാനിവിടെ, അത് ഞാൻ തരാം. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ പിള്ളേരെയും കൊണ്ട് വരുമ്പോൾ ഒരു ബാഗിനകത്ത് പിള്ളേർക്ക് കുറച്ച് കളിപ്പാട്ടമായിട്ട് വാ, എന്നിട്ട് അത് കളിക്കാൻ കൊടുക്ക്. മൊബൈല് കൊടുത്താലേ സമ്മതിക്കത്തുള്ളൂ. അത് തന്നെ അമ്മയ്ക്ക് അടുക്കള ജോലി ചെയ്യണമെങ്കിൽ മൊബൈൽ കൊടുത്ത് കൊച്ചിനെ താഴെ എടുത്തിട്ടാണ് അമ്മ ജോലി ചെയ്ത്. പിന്നെ ആ കൊച്ച് നോക്കരുതെന്ന് പറയുന്നത് എങ്ങനെ? ഈ മൊബൈലെന്ന് പറയുന്നത് എനിക്കറിയില്ല, ഈ സീരിയലിനേക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ തോന്നുന്നു അങ്ങനെ, സീരിയലിനേക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്തെല്ലാം പൊട്ടത്തരങ്ങളാണെന്ന് ഈ യൂട്യൂബിൽ വരുന്നതെല്ലാം സത്യമാണെന്നാണ് വിശ്വസിച്ച് വെക്കുന്നത്. എന്തോര പൊട്ടത്തരങ്ങളുണ്ടോ അതെല്ലാം പഠിച്ചു വെക്കും. നെറ്റിൽ നോക്കി പ്രസവിക്കുക, നെറ്റിൽ നോക്കി ആത്മഹത്യ ചെയ്യുക. മിനിഞ്ഞാന്ന് ഒരു പെങ്കൊച്ച്, അവള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അവള് നെറ്റിലും നോക്കിയാണ് പിന്നെ ഗർഭധാരണവും പ്രസവവും കണ്ടുപിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇതാണ് ഇപ്പോഴത്തെ കാലം. അത് സ്ത്രീകൾ മോശമൊന്നുമല്ലേ. എടേ, എനിക്കൊരു മനുഷ്യൻ, അയാള് കോട്ടയം ചന്തയിൽ ലോറി ഓടിക്കുന്ന മനുഷ്യനാണ്. ലോറി ഓടിക്കുക എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരികയാണ് അയാളുടെ പണി. സേലം അല്ല, കമ്പം, തേനി തുടങ്ങിയ ഭാഗത്ത് നിന്ന് പച്ചക്കറി ലോറിയുമായിട്ട് അയാൾ രാവിലെ വരുന്നു, വെളുപ്പിനെ ചന്തയിൽ വരുന്നു, അത് ഇറക്കുന്നു, ലോഡ് ഇറക്കുന്നു. അന്ന് അയക്ക് വിശ്രമമാണ്, പിറ്റേ ദിവസം വൈകിട്ടേക്ക് പോയാൽ മതി. ഒന്നിടവിട്ട ദിവസം അയക്ക് പണിയുള്ളൂ. 52 വയസ്സുണ്ട്, സുമുഖൻ, സുന്ദരൻ ആണ്. അയാളുടെ ഭാര്യ എൻ്റെ ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫ്ലാറ്റിൽ ഒരു 3 വീട്ടിൽ ജോലി ചെയ്യുന്നു. രാവിലെ അവൾ 6:30 7 ഒരു വീട്ടിൽ കയറിയാൽ അവിടുത്തെ ജോലി തീർക്കുന്നു, വേറൊരു വീട്ടിൽ അങ്ങനെ 3 വീട്ടിലും കൂടെ അവൾ ചെയ്യുന്ന ജോലിക്ക് അവൾ 30,000 രൂപ മാസം ഉണ്ടാക്കുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് 10,000 രൂപ കൊടുക്കുന്നുണ്ട്. അവൾ ജോലി ചെയ്യും നന്നായിട്ട്, നല്ല മിടുക്കിയ ഒരു പെണ്ണാണ്.
അവരുടെ പിള്ളേർ ഒരാൾ +1 ആയി, ഒരാൾ 9ാം ക്ലാസ് ആയി, ഒരാൾ 3ാം ക്ലാസ് ആയി. ഈ അടുത്ത നാളിൽ ഈ ചേട്ടന്, ഈ നമ്മുടെ 52 വയസ്സുള്ള ചേട്ടൻ, ഒന്നട വിട്ട ദിവസം ഫ്രീ ആണല്ലോ. അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അയാളിലെ 10ാം ക്ലാസ്സിലെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. നിങ്ങൾക്കൊക്കെ ഉണ്ടോ? 10ന്റെ 12ന്റെ ഡിഗ്രി എനിക്കറിയില്ല ഇത് എന്നാത്തിനാന്ന്, എന്താ പ്രയോജനം എന്ന് എനിക്കറിയില്ല. എൻ്റെ കുഴപ്പമായിരിക്കും. എനിക്ക് ഇതൊന്നുമില്ല, എനിക്കൊന്നുമില്ല. ഫോൺ 2 കാര്യത്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് വിളിക്കാൻ, 2 അറ്റൻഡ് ചെയ്യാൻ, അതെൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമില്ല, ഞാൻ ഇന്ന് വരെ എടുത്തിട്ടില്ല. എനിക്കൊന്നുമില്ല. എനിക്ക് എന്താ പറയുക, ഒരു സാധനമില്ല. ഫേസ്ബുക്കും ഇല്ല, മെസ്സഞ്ചറും ഇല്ല, ഒന്നുമില്ല. ഇതില്ലാതെ അന്തസ്സായിട്ട് ജീവിക്കാമെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇയാള് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു പെണ്ണിനോട് ഇയാൾക്ക് പ്രേമം ഉണ്ടായിരുന്നു. ആ പെണ്ണ് തൊടുപുഴ ഒരു സ്ഥലത്തായി. ഇപ്പം പെണ്ണെന്ന് പറഞ്ഞാൽ അവൾക്കും ഉണ്ട് 52 വയസ്സ്. അവിടെ മൂത്ത മകളെ കെട്ടിച്ചു, ഒരു കൊച്ചുണ്ട്. 2ാമത്തെ മകന് ജോലിയായി, കെട്ടിയവനും അങ്ങാണ്ട് ജോലിയാ. അവളും അവിടെ അമ്മായിമ്മയും തന്നെ ഉള്ളൂ. അപ്പം ഇയാൾ അന്വേഷിച്ചു പോയി, അവിടെ ചെന്ന് കണ്ടുപിടിച്ചു. പണ്ടത്തെ പ്രേമം പിന്നെയും തളിർത്തു, കിളുത്തു, തളിർത്തു, പൂവായി, കായായി. അവൾ ഇങ്ങോട്ട് വരുന്നു, ഇവൻ അങ്ങോട്ട് വരുന്നു. ഇവൾ അടുക്കളപ്പണിക്ക് പോകുന്ന പെണ്ണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിള്ളേർ സ്കൂളിൽ പോയി കഴിയുമ്പം മറ്റവൾ വരും, കോട്ടയം സ്റ്റാൻഡിൽ ഇറങ്ങും. ഇവൻ ബൈക്കെ കയറ്റി സ്വന്തം വീട്ടിലാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഈ വീടിനടുത്തൊരു മാടക്കടയുണ്ട്. ആ മാടക്കട എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഇല്ല, ആ പടാണ്ട് സിഗരറ്റോ വീഡിയോ മുറുക്കാനാണ്ടൊക്കെ ഉള്ളൂ. അവിടെ ഒരു വല്യപ്പച്ചൻ അതിനകത്ത് ചുരുണ്ട് കൂടിയിരിപ്പുണ്ട്. വല്യപ്പച്ചൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഒരു ദിവസം വല്യപ്പച്ചൻ ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു, എടി സുമേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ കെട്ടിയോൻ്റെ ബൈക്കിൻ്റെ പുറകിൽ അവൻ്റെ പെങ്ങളാണോ നിന്റെ ചേടത്തിയോ നീത്തിമാരോ വല്ലതും ആണോ? ഞാൻ പല പ്രാവശ്യം കണ്ടു ഒരുത്തി ഇപ്പം അതിനകത്തോട്ട് കയറിപ്പോന്നു, കുറേ കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുന്നു. ആരടിയതാന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരാളില്ല. അപ്പച്ചന് തോന്നിയതായിരിക്കും. തോന്നിയൊന്നല്ല, ഞാൻ കണ്ടെന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളാം. അതിൻ്റെ പേരിൽ വഴക്കായി. ഇവള് അന്ന് രാത്രി ഇവൻ ലോഡ് എടുക്കാൻ പോയപ്പോൾ പിള്ളേരെയും കൊണ്ട് അവിടെ ഒരു ആറ്റിൽ ചാടി, മണിമല ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. മൂത്ത കുട്ടി +1 പഠിക്കുന്ന കുട്ടി ഇരുട്ടിൽ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അമ്മ ചത്തോ, ഞാൻ ചാവുന്നില്ലെന്നും പറഞ്ഞു. പിന്നെ അതിൻ്റെ പുറകെ അമ്മയും മക്കളും കൂടെ ഓടി. എന്തായാലും കൊള്ളാം, ഒരു ഓട്ടോറിക്ഷക്കാരൻ പുറകെ ഓടി. രാത്രി പോലീസ് സ്റ്റേഷനിൽ വന്നു. പോലീസുകാർ അവിടുന്ന് എന്നെ വിളിച്ചു. അവിടുത്തെ CI എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മാഡം എപ്പോഴാണ് രാവിലെ എത്തുക? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു 8:30 ആകുമ്പോൾ എത്തും. ഒരു സ്ത്രീയും പിള്ളേരും ഇവിടെ ഇരിപ്പുണ്ട്, അവൻ രാവിലെ ലോഡും കൊണ്ട് വരും, എന്നിട്ട് അവനെ കൂടെ കൂട്ടി ഞങ്ങൾ അങ്ങ് വരാം. ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. പക്ഷേ ഇവൻ എൻ്റെ മുന്നിൽ ഇതെല്ലാം സമ്മതിച്ചു. അവള് തിരിച്ചു ചെന്ന് അവളുടെ ബെഡ്റൂമിന് തീ വെച്ചു. കാരണം അവളുടെ ബെഡ്റൂമിൽ വേറൊരു സ്ത്രീയെ കൊണ്ട് അവൻ കിടന്നു എന്നത് അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അതാരുടെയും കുഴപ്പമില്ല, അവൾ ആ മാനസിക വിഭ്രാന്തിയിലായിരുന്നു. തീ വെച്ചു, അങ്ങനെ പ്രശ്നമായി. അവൾ എന്നെ എടുത്തു, ആത്മഹത്യക്ക് ശ്രമിച്ചു, വിഷം കുടിച്ചു. ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിൽ പാരലൈസ് ചെയ്ത് കിടക്കുക. ഒരു ഫോണാണ് എന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നൊന്നും അല്ല, ഇങ്ങനെ പറയാനാണെങ്കിൽ ആയിരക്കണക്കിനുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, വിശുദ്ധിയുള്ള അമ്മമാരുടെ എണ്ണം കുറയുന്നു, നന്മ നിറഞ്ഞ അപ്പന്മാരുടെ എണ്ണം കുറയുന്നു, കുടുംബങ്ങൾ വഷളത്തരത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഇതിപ്പോൾ കുടുംബത്തിനുള്ളിൽ നമ്മൾ അറിയാത്ത ഒത്തിരി, ചേട്ടൻ്റെ ഭാര്യ, അനിയൻ്റെ ഭാര്യ, ഇങ്ങനെയുള്ള എനിക്കറിയില്ല, എനിക്കെല്ലാം പറയാൻ സമയമില്ല, എനിക്ക് തന്ന സമയം തീർന്നു. 4 മണിയായപ്പോൾ നിർത്തിക്കോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അച്ഛൻ തന്നെയാണ് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്കെല്ലാം അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്കൊരു തിരിച്ചുപോക്ക് അനിവാര്യമായിരിക്കുന്നു. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളെ അതിൻ്റെ സർവ്വവിധ പ്രതാപങ്ങളോടും കൂടി, പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് തിരിച്ചു പിടിക്കാനാവുമെങ്കിൽ ഇന്നത്തെ പലതിനും ഉത്തരം കണ്ടെത്താനാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പണ്ടത്തെ നമ്മുടെ കുടുംബങ്ങളിലെ ആ സ്നേഹം, ആ കൂട്ടായ്മ, ആ ബന്ധങ്ങൾ, അത് നമ്മുടെ മക്കൾക്കായിട്ട് നമുക്കൊന്ന് കൊടുക്കാൻ പറ്റണം. അതേ ഞാൻ പറയുന്നുള്ളൂ. മക്കളിലേക്ക് അതൊന്ന് പകർന്നു കൊടുത്താൽ മതി. തലമുറകളെ രൂപപ്പെടുത്തിയെടുക്കുന്ന പണിയിലാണ് നമ്മൾ. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവണം കുടുംബത്തിൽ. കുടുംബം ഒരു സ്നേഹനികേതനമാവണം. സ്ത്രീയുടെ സ്നേഹവും പുരുഷൻ്റെ സ്നേഹവും ഒരുപോലെ അല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ഈ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ മനഃശാസ്ത്രപരമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. മനഃശാസ്ത്രപരമായി പുരുഷൻ വലിയൊരു ഈഗോയുടെ ഉടമയാണ്. വലിയ ഈഗോയുടെ ഉടമയായ പുരുഷൻ തൻ്റെടിയാണ്, അഹങ്കാരിയാണ്, അധികപ്രസംഗിയാണ്. അവൻ കുടുംബത്തെ അടക്കി ഭരിക്കുന്നു. ഞാൻ പറയുന്നങ്ങ് അനുസരിച്ചാൽ മതി, കൂടുതലൊന്നും പറയാൻ പോരണ്ടോ കേട്ടോ. നിന്നോടാ പറഞ്ഞത്, മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എൻ്റെ വീട്, എൻ്റെ റബ്ബർ, എൻ്റെ വണ്ടി, എൻ്റെ ബിസിനസ്. അതെ,
പുരുഷ മേധാവിത്വം ഇന്ത്യൻ സൊസൈറ്റിയുടെ പ്രത്യേകതയാണ്, നമ്മുടെ സൊസൈറ്റിയുടെ പ്രത്യേകതയാണ്. പുരുഷൻ കുടുംബത്തെ അടക്കി ഭരിക്കുന്നു. വെസ്റ്റേൺ സൊസൈറ്റീസ് ഒന്നും അങ്ങനെയല്ല, അവിടെ ഈക്വാലിറ്റിയാണ്. ഇവിടെ ഈക്വാലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ തലങ്ങളിൽ സ്ത്രീ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ കിട്ടുന്നില്ല. അതെനിക്കറിയാം കിട്ടുന്നില്ലെന്ന്. ആണുങ്ങൾ ആഗ്രഹിക്കുന്ന അവർക്കും കിട്ടുന്നില്ലെന്ന് അവർ പറയാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ ലവ് എക്സ്പ്രസ് ചെയ്യാതെ നമുക്ക് കുടുംബത്തിൽ ലവ് വളരില്ല. എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളെ കണ്ട സ്നേഹിക്കാൻ തോന്നണം. സന്തോഷമുള്ള മുഖഭാവം ആകർഷകമായ വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോടൊന്ന് ചിരിക്കാൻ പഠിക്കേ. വീട്ടിൽ മുഖം നോക്കുന്ന കണ്ണാടിയുണ്ടോ? നല്ല ദേഷ്യം വരുമ്പോൾ ഓടി ചെന്നാൽ കണ്ണാടിയിൽ നോക്കണം. എന്നെ വൃത്തികേടാ നിങ്ങളെ കാണാൻ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സങ്കടം വരുമ്പോൾ ഈന്ന് വെച്ച് കണ്ണാടി നോക്കിയോ, ജീവിതത്തിൽ പിന്നെ കരയത്തില്ല. അത്ര വൃത്തികേടാ നമ്മളെ കാണാൻ. നല്ല സന്തോഷം വരുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് നമ്മളെ കാണാൻ, നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് ചിരിക്കാൻ പഠിക്കുക, ചിരിപ്പിക്കാൻ പഠിക്കുക. സ്നേഹം കൊണ്ടല്ലാതെ കുടുംബം നേടാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. ഞാനും പല പണി നോക്കിയിട്ടുണ്ട്. കാരണം ഈ 50 വർഷമായില്ലേ, ആദ്യകാലത്തൊക്കെ ഞാൻ ഭീഷണിപ്പെടുത്തി നോക്കിയിട്ടുണ്ട് അങ്ങേരെ. ഞാനും ജോലി ചെയ്യൂല്ലേ, വലിയ മൂച്ചെടുത്താൽ ഞാൻ എൻ്റെ പോക്കിന് പോകുന്നു. ആ മനുഷ്യൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് കയറിക്കോ, കൊണ്ട വിട്ടേക്കാന്ന്. അതോടെ ഞാനത് നിർത്തി. പിന്നെ ചില കാര്യങ്ങൾ സാധിക്കാൻ ഞാൻ പിണങ്ങി മിണ്ടാതെ നടന്നു നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കുഴപ്പം എന്നാ പറയുക, കുറച്ചു നേരം മിണ്ടായിരുന്ന എന്തിനാ പിണങ്ങിയെന്ന് മറന്നു പോകും. അതിപ്പോഴും അങ്ങനെ. അത് ഉപേക്ഷിച്ചു. കരഞ്ഞു നോക്കിയിട്ട് തലവേദന എടുത്ത കാരണം അത് നിർത്തി. അവസാനം പിന്നെ ഞാനൊരു പണി കണ്ടുപിടിച്ചു. എന്നാന്നറിയാം, ചുമ്മാ അങ്ങോട്ട് സ്നേഹിക്കുക. ആ മനുഷ്യനെ മാത്രമല്ല, ആ മനുഷ്യൻ സ്നേഹിക്കുന്നവരെയൊക്കെ ആ മനുഷ്യൻ സ്നേഹിക്കുന്നതിനേക്കാളേറെ ഞാനാ സ്നേഹിക്കുന്നത്. 100% എനിക്ക് ഉറപ്പാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഞാനാണ് മൂത്ത ആളുടെ ഭാര്യ. അതുകൊണ്ട് ഏറ്റവും ഇള ആൾ 3ാം ക്ലാസ്സിലാണ് ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ. അവനെ വളർത്തി MBA വരെ പഠിപ്പിച്ചു, അവനെ കല്യാണം കഴിപ്പിച്ചു. അവനൊരു കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, നമുക്കൊരു വീട് വെക്കണോ? വെക്കണം. വെച്ചു. ഇതുവരെ ഞങ്ങൾ വീതം വെച്ചിട്ടില്ല. ഞങ്ങളുടെ പറമ്പോ വീടോ, ഞങ്ങൾ 2 വീട്ടിൽ താമസിക്കുന്നതേ ഉള്ളൂ. ഞാനിന്ന് എൻ്റെ വണ്ടി പ്രശ്നമായിരുന്നു. എന്തോ പ്രശ്നമായിട്ട് അവിടെ കിടന്നപ്പോൾ ഇന്ന് എൻ്റെ അനിയൻ്റെ മകനോട് രാവിലെ ഞാൻ വിളിച്ചു പറഞ്ഞു, നിൻ്റെ വണ്ടി എടുത്ത് പോവുക, കൊണ്ടുക്കോ. ആരോടും പറയേണ്ട കാര്യമൊന്നുമില്ല, അതിന് ചോദിക്കത്തില്ല, പോകാമെന്ന് പറയത്തേ ഉള്ളൂ. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് കുറേ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സ്നേഹം കൊടുത്താൽ കിട്ടും. അതുകൊണ്ട് തിരിച്ച് ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവണം നന്നായി. ഇനി ഇടയ്ക്ക് ചോദിക്കും അവര്, ഇനി എന്നാ പോകുന്നത്, ഇനി എന്നാ കുന്നംകുളത്തിന് പോകുന്നത് എന്ന് ചോദിക്കണം. കുന്നംകുളത്തുള്ളവരോട് ഞാൻ പറയുകയാണ്, ഇനി എന്നാ ക്യാമ്പ്, അത് ചോദിക്കണം. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തിൽ വളരാം. സ്നേഹത്തിൻ്റെ അടിത്തറയിൽ കുടുംബത്തെ നമുക്ക് സ്ട്രോങ് ആക്കാം. ഏതെങ്കിലും വീട്ടിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. ഏതെങ്കിലും വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു മുറിയിലല്ല ഉറങ്ങുന്നതെങ്കിൽ, ഏതെങ്കിലും വീട്ടിൽ ഒരുമിച്ച് ഇരുന്ന് ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ, കുടുംബം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ, ഏതെങ്കിലും വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ, ആ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് ഞാൻ വിചാരിക്കും. ഒരുമിച്ച് ഉറങ്ങാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് ഭക്ഷിക്കാൻ, സിമ്പിൾ കാര്യങ്ങളാണ്. ഇത്ര ഉണ്ടെങ്കിൽ കുടുംബജീവിതം നമുക്ക് ഐശ്വര്യമുള്ളതാക്കാം. ഞാൻ അവസാനിപ്പിച്ചോട്ടെ? വേണ്ടേ? ഇനി അങ്ങോട്ട് വിളിക്കാൻ വരാം. ഞാൻ എന്നോട് പറഞ്ഞിരുന്നത് 2:15 തുടങ്ങി 3:30 നിർത്താമെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു 4 വരെ പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് അധിക പ്രസംഗം അല്ല, എത്ര മണി വരെ വേണേലും ക്ലാസ് എടുക്കുന്നയാളാണ് ഞാൻ. പക്ഷെ നമുക്ക് ഇനി വേറെ വരും. അവിടെ 4.5 മണിക്കൂർ ഡ്രൈവ്. അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് വന്ന പോലെ സിമ്പിളായിരിക്കില്ല. ഇങ്ങോട്ട് ട്രാഫിക് കാണും, ഇങ്ങോട്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ വരാൻ പറ്റി. അങ്ങോട്ട് ഞാൻ അതുകൊണ്ട് അത്രയും കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒന്നും ഞാൻ ചെല്ലില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അതെ, എനിക്ക് ഈ ആഴ്ച മുഴുവൻ പരിപാടിയാണ്. കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് ഞാൻ ഭോപ്പാലിലായിരുന്നു, അതിൻ്റെ മുമ്പത്തെ ആഴ്ച ഞാൻ ബോംബെയിലായിരുന്നു, അടുത്ത ആഴ്ച എനിക്ക് വീണ്ടും ഉണ്ട് കൽക്കട്ടയിലൊരു പരിപാടിയുണ്ട്. ഞാനിങ്ങനെ തിരക്ക് പിടിച്ച് ഓടുന്ന ആളാണ്. അപ്പോൾ എന്നെ ബീന വിളിച്ചപ്പോൾ ഞാനങ്ങ് ചാടിക്കയറി സമ്മതിച്ചു. കാറിൽ നിന്നിരിക്കുമ്പോൾ 2-3 പ്രാവശ്യം ഞാൻ ഓർത്തു വേണ്ടിയിരുന്നോ കാരണം അതൊക്കെ ഫ്ലൈറ്റിൽ കയറിയിരുന്നാൽ മതി.
ഇത് ഈ അഴുക്ക് വഴിയെ കൂടെ ഓടിച്ച് വന്ന്, കാരണം 8 മണിക്കൂർ ഡ്രൈവാണ്. ക്ലാസ് നമ്മൾ പറയുമ്പോൾ 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പം എത്ര മണിക്കൂറ്? അതെ, അതുകൊണ്ട് നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. ഇത്രയും സുന്ദരികളായ സ്ത്രീകളെ ഒരുമിച്ച് കാണാൻ പറ്റി എന്ന് പറയുന്ന വലിയ കാര്യമല്ലേ? നല്ല സ്ത്രീകളെ. അതെ, അപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് ഈ യാത്ര അല്ലെങ്കിൽ ഈ കൂടിവരവ് ഒരനുഭവമാക്കിക്കൊണ്ട് തിരിച്ചു പോകാൻ പറ്റുമെന്ന്. ഇല്ലേ? കൊണ്ടുവന്ന വേണ്ടാത്തൊക്കെ ഇവിടെ ഡംപ് ചെയ്യണം കേട്ടോ. പുതിയ സാധനങ്ങളുമായിട്ട് പോകണം. എന്നിട്ട് നമുക്ക് ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളത്. ജീവിതത്തിലെ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ മറക്കാൻ പഠിക്കുക. ഉണ്ട് എല്ലാവർക്കും, ഇല്ല എന്ന് പറയണ്ട. എല്ലാവർക്കും എന്നതിലൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഭർത്താവ് കള്ളു കുടിക്കുന്നതായിരിക്കും, ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതകൾ, കടബാധ്യതകളായിരിക്കും, ചിലപ്പോൾ രോഗങ്ങളായിരിക്കും, പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കും, മക്കൾക്ക് ജോലി ഇല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തതായിരിക്കും. എല്ലാ മനുഷ്യനും എന്തെങ്കിലുമൊക്കെ നൊമ്പരങ്ങളുണ്ട്. ആരോടും നമ്മളിത് വിളിച്ചു പറയുന്നില്ലെങ്കിലും ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഇതല്ല, ഇല്ല എന്ന് പറയല്ല, ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ജീവിതത്തിൽ ഇതില്ലാതെ പറ്റത്തില്ല. അതാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതം ഒരു ഹേർഡിൽസാണ്. തടസ്സങ്ങളുണ്ടാവും. ഓടിച്ചെന്ന് ചാടിക്കടന്ന്, ഓടിച്ചെന്ന് ചാടിക്കടന്ന്, ഓടിച്ചെന്ന് ചാടിക്കടന്ന്, ഓടിച്ചെന്ന് ചാടിക്കടന്ന് ലക്ഷ്യത്തിലെത്തണം. അപ്പോൾ സ്പീഡിലോടുക, പൊക്കത്തിൽ ചാടുക, സ്പീഡിലോടുക, പൊക്കത്തിൽ ചാടുക. ഹഡിൽസിനെ മറികടക്കാൻ പഠിച്ചാൽ മതി. പ്രശ്നങ്ങളെ കൂട്ടിവെച്ച് അതിൻ്റെ മണ്ടക്കേറി ജീവിക്കാൻ നോക്കരുത്. വിട്ടുകളാ, പോട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. നാളുകളൊന്നും നമ്മുടെ സ്വന്തം അല്ലല്ലോ, നമുക്കറിയില്ലല്ലോ, നമുക്കൊന്നും അറിയില്ല. ഇന്നുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ സന്തോഷവതിയായിരിക്കും തീരുമാനിക്കുക. ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ എല്ലാവർക്കും സന്തോഷം കൊടുക്കും. ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ആരെയും വേദനിപ്പിക്കത്തില്ല. ജീവിതം മനോഹരമാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ബട്ട് മേക്ക് ഇറ്റ് എക്സ്ട്രാ ഓർഡിനറി. അതിനെ അതിമനോഹരമാക്കാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ എന്നെ അനുവദിച്ചതിനും എന്നെ വിളിച്ചതിനുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സർവശക്തനായ ദൈവം 100 മേനി 1000 മേനിയായി പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ തമ്പുരാൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുക. നിങ്ങളുടെ ആകുലതകൾ, ആവലാതികൾ, വേദനകൾ, നൊമ്പരങ്ങൾ, നിങ്ങളുടെ എല്ലാം ജീവിതത്തിലെ എല്ലാം അവിടുത്തെ കുരിശിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം അവിടുന്ന് നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. അമ്മേ മാതാവേ, ഇവർക്ക് വേണ്ടി മധ്യസ്ഥയായിരുന്ന് ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണമേ എന്ന് പ്രാർത്ഥന യാചിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.